പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്തിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ, അവിടെ ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. വളരെ പ്രധാനപ്പെട്ട കുറേ വചനങ്ങൾ ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. ഈ ഒരു നോയമ്പ് കാലഘട്ടം നമ്മളെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊക്കെ വിളിക്കുകയാണ്. ജീവൻ്റെ പൂർണ്ണത ആസ്വദിക്കണം. ഈശോ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത് അതിനാണ്. യോഹന്നാൻ 10:10 വളരെ കൃത്യമായി പറയുന്നുണ്ട്: ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യേശുവിൽ ആണ് നമുക്കത് നൽകപ്പെടുന്നത്. അപ്പം ഈ വചനങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉപവാസവും ദാനധർമ്മവും നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നല്ലതാണ്. ആധ്യാത്മിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഉപവാസം, ദാനധർമ്മം, നീതി പ്രവർത്തിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടാവും, വിലയുണ്ടാവും. അത് കുറേ കൂടി അർത്ഥവത്തായി മാറുകയാണ്. നമ്മൾ ഈസ്റ്ററിൻ്റെ അവസാന ഒരുക്കത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. വലിയ തിരുനാളാണ് നമ്മളെ സംബന്ധിച്ച് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ച് 50 വർഷം കൂടുമ്പോൾ അവർക്കൊരു ജൂബിലി പെരുന്നാളുണ്ട്. 50-ാം വർഷം അവരുടെ സകല കടങ്ങളും പാപങ്ങളും എല്ലാം ഇളച്ചു കൊടുക്കപ്പെടുന്ന ഒരു വർഷമാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടുന്ന വർഷമാണ്. അങ്ങനെ വലിയ ആഘോഷം
ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടാവും. അത് 50 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുക. അതിനുവേണ്ടി അവർ കാത്തിരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഒരുങ്ങാറുണ്ട്. എങ്കിലും എല്ലാ ഇസ്രായേൽക്കാരനും ഒരു പ്രത്യാശയുണ്ട്. അവൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ ആ ജൂബിലി വർഷം അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 50 വർഷമൊന്നും കാത്തിരിക്കണ്ട. നമുക്ക് എല്ലാ വർഷവും ജൂബിലി വർഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ആ ജൂബിലിയുടെ ആ കർത്താവ് തരുന്ന വലിയ ജൂബിലി വർഷത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈസ്റ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വീണ്ടെടുപ്പിൻ്റെ തിരുനാളാണ്. നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ജൂബിലി വർഷത്തേക്കാൾ വലിയ പ്രത്യാശയോടെയാണ് ഓരോ ക്രിസ്ത്യാനിയും ഈസ്റ്ററിനായിട്ട് ഒരുങ്ങുന്നത്. കാരണം യേശുവിൻ്റെ ഉയർപ്പ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉയർപ്പിൻ്റെ അടയാളമാണ്. അപ്പോൾ അത്രയും വലിയൊരു അടയാളമായിട്ടാണ് ദൈവം നമുക്ക് യേശുവിനെ ഉയർപ്പിച്ച് നമ്മുടെ മുമ്പിൽ നിർത്തുക. ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ ഉത്ഥാനത്തിൽ തന്നോടും തന്നിലെല്ലാ ജനതയോടും പിതാവിനുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കി പിതാവ്. അപ്പം യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളോടെല്ലാം പറയുകയാണ്, എൻ്റെ പുത്രനോടുള്ള സ്നേഹം, ആ സ്നേഹം പോലെ തന്നെ നിങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. കാരണം നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ദേശങ്ങളോ രാജ്യങ്ങളോ അല്ല മാറ്റിവെച്ചത്, എൻ്റെ പുത്രനെ നൽകുകയാണ്. അപ്പോൾ എൻ്റെ പുത്രനെ ദൈവം നൽകുന്നതിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ്, നീ ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വപുത്രനെ നൽകുകയാണ്. ആ പുത്രൻ നമ്മുടെ എല്ലാ കടങ്ങളും വീഴ്ചകളും അവൻ നികത്തുകയാണ്. ഇന്ന് നമ്മൾ ഈ നോമ്പിൻ്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ഇത്രയും ശ്രേഷ്ഠമായ കരുണ നമുക്ക് ലഭിക്കാതെ നിൽക്കുന്ന പ്രശ്നമെന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കടങ്ങളാണ്. കടമെന്ന് പറയുമ്പോൾ നീതി ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. നമ്മൾ നേരത്തെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, ഉപവാസം, ദാനധർമ്മം, നീതിയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന വളരെ ശക്തമാണ്, വളരെ ശ്രേഷ്ഠമായി മാറും. അപ്പം ഈ നീതി എന്ന് പറയുന്നതാണ് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. നമ്മൾ നോമ്പിൻ്റെ അവസാനത്തെ കാലത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. എന്താണ് നീതി? ദൈവത്തിനും സഹോദരങ്ങൾക്കും അർഹമായത് നൽകുന്നതിനെയാണ് നീതി എന്ന് പറയും. അപ്പോൾ ഈ നീതി നിർവഹണത്തിൽ നമുക്ക് ഒത്തിരി വീഴ്ചകളുണ്ട്. അതിനെയാണ് നമ്മൾ കടങ്ങളെന്ന് പറയും. ഇന്ന് ലോകം നേരിടുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ കടങ്ങളാണ്. എൻ്റെ സഹോദരന് അർഹമായത് നൽകാതെ പോയതും ദൈവത്തിന് അർഹമായത് നൽകാതെ പോയതിൻ്റെയും കടങ്ങൾ പേറി നടക്കുന്നവരാണ് നമ്മൾ. ഈ കടമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ
ഈ കടത്തെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കടങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, മറ്റുള്ളവരിൽ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ വറീഡാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ചല്ല വറീഡാകണം. കാരണം ഇതെന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല? നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കടമാണ്. ഹല്ലേലൂയ. ഈ കടത്തെക്കുറിച്ച് നമുക്ക് വലിയ ബോധറേഷനൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ വളരെയധികം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ദൈവത്തിന് അർഹമായത്, സഹോദരങ്ങൾക്ക് അർഹമായത്, രാജ്യത്തിന് അർഹമായത്, സഭയ്ക്കർഹമായത്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് അർഹതമായത്, ഇങ്ങനെ കുറേ മേഖലകളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഒരു തട വച്ചിരിക്കുക. ഇത്രയൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. ആ തടയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വരുന്നതിനുള്ള തടസ്സം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ഞാൻ എവിടെയൊക്കെയാണ് തടയിട്ടിരിക്കുന്നത്? കർത്താവെ, വെളിപ്പെടുത്തി തരണമേ. ആ തടയണയൊക്കെ തുറക്കണം. എങ്കിലാണ് ഈ കരുണ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ വീണ്ടെടുക്കുന്ന, തൻ്റെ സ്നേഹത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുന്ന ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുള്ളൂ. അപ്പോൾ ഈ തടയണ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, എവിടെയൊക്കെയാണ് ഞാൻ ലിമിറ്റ് വെച്ചിരിക്കുന്നത്? ആ ലിമിറ്റ് നമ്മളെടുത്ത് മാറ്റണം. നമ്മളുടെ അളവനുസരിച്ചാണ് നമ്മൾക്ക് ലഭിക്കുക. ഒരു കാര്യം വളരെ ഉറപ്പാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം, വാത്സല്യം, കരുണ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, അത് ദൈവത്തിൽ നിന്ന് മറ്റുള്ളവർ നമുക്ക് കിട്ടുന്നതിൽ കുറവുണ്ടോ? അതോ ദൈവത്തിൻ്റെ വചനം പറയുന്നതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നുണ്ടോ? നമ്മളിൽ നിന്ന് ഈ കൃപയും ഇതെല്ലാം ഒഴുകുന്നുണ്ടോ? അതോ നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എങ്കിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മളുടെ അളവ് മാറ്റേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ബെറ്ററാണ്. മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആയതുകൊണ്ട് ഒരു ഗുണമില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവരെക്കാൾ ബെറ്റർ എന്നൊരു വാക്കിന് ഒരു പ്രസക്തിയില്ല. ആർ യു ഡൂയിങ് വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു? ദാറ്റ് ഈസ് ദി ഓൺലി പാരാമീറ്റർ. നത്തിങ് ലെസ്, നത്തിങ് മോർ. ദൈവം ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ വേറെ ഒരു മാനദണ്ഡത്തിന് പ്രസക്തിയില്ല. അപ്പം നമ്മൾ പറയാണ്, ഇവിടെയാണ് നമ്മളിലുള്ള ഫരിസേയൻ ഇങ്ങനെ പൊന്തി വരും. നമ്മളിലൊക്കെ ഈ ഫരിസേയന്മാർ ഇരിപ്പുണ്ട്. അവൻ പറയാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ എല്ലാത്തിനും കൃത്യം ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന ചുങ്കക്കാരനേക്കാളും മറ്റുള്ളവരെക്കാളും പാപികളെക്കാളൊക്കെ ഞാൻ ഭേദവാനാണ്. അവനെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, വെള്ളയഴിച്ച കുഴി മാടമേ എന്ന് അവനെ നോക്കിയിട്ടാണ് വിളിക്കുന്നത്. കാരണം വെച്ചാൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നോക്കുന്നത്, നീ ഇങ്ങനെ മറ്റുള്ളവരെക്കാളൊക്കെ ബെറ്ററായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് നമ്മളോട് പറയുന്നുണ്ടോ, വെള്ളയടിച്ച കുഴിമാടമേന്ന് നമ്മളെ നോക്കി വിളിക്കുന്നുണ്ടോ?
എങ്കിൽ നമ്മളൊന്ന് ചോദിക്കണം തമ്പുരാനോട്, കർത്താവേ എന്നെക്കുറിച്ചാണ് ഈ പറയണത്. അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, ഞാൻ ഇത്ര ആവശ്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഈ ചുങ്കക്കാരനെ പോലെ പിടിക്ക് പറിക്കാനും മാന്തി പറിക്കാനും ഞാൻ പോകാറില്ല, ഞാൻ അത്യാവശ്യം ഡീസൻ്റാണ്. ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഭയാനകമാണത്. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണതയുമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി പുറകിലാണ്. ഇപ്പോൾ കർത്താവിനോട് പറയണം, ഒരിക്കലും പറയരുത് ഞാൻ ബെറ്റർ ഓഫ് ആണ്, മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ എന്തിനേക്കാൾ ബെറ്ററാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥന ഏതാണ്? ലോർഡ് ഹാവ് മെർസി ഓൺ മീ. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കരുണയുണ്ടാകണം, നീ കുരിശിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണം, എൻ്റെ പാപങ്ങൾ ഇളച്ചു തരണം. അപ്പോൾ കൂടെ നിൽക്കുന്ന സന്യാസികൾ പറയാം, എൻ്റെ വിശുദ്ധ, നിങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ പറയുക? നിങ്ങൾ നേരെ സ്വർഗത്തിൽ പോവല്ലേ? നിങ്ങൾ അത്രമാത്രം വിശുദ്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ വിശുദ്ധിയിൽ ഞാൻ ആശ്രയിക്കാറില്ല. കാരണം മനുഷ്യരുടെ മുമ്പിലാണ് ഇതൊക്കെ വിശുദ്ധനാന്നൊക്കെ തോന്നുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അതിനെന്തെങ്കിലും മൂല്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഐ വോണ്ട് ഡിപ്പെൻഡ് ഓൺ മൈ മെറിറ്റ്സ്. ഇങ്ങനെയാണ് എല്ലാ വിശുദ്ധ ആത്മാക്കളും. അവരെല്ലാവരും കരുണയ്ക്ക് വേണ്ടിയും ദയയ്ക്ക് വേണ്ടിയും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ നോമ്പ് നോക്കിയിട്ട്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും കുരിശിൻ്റെ വലിയിട്ടും വേറെ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലാത്തത് അല്ലേ? എൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ കുടുംബത്തിലൊക്കെ ആകെ അസ്വസ്ഥതയാണല്ലോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുന്നൊരുവനാണ്. എന്നിട്ട് എന്താണ് കർത്താവേ, ഈ ഈസ്റ്ററെങ്കിലും ചില കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ നമ്മളൊക്കെ സ്വഭാവം മാറുന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഈ മനുഷ്യരൊക്കെ, ഇത്രയും വിശുദ്ധിയുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അവർ യാചിക്കുകയാണ്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? എങ്ങനെയാണ് നടക്കേണ്ടത്? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്? എഫേസ്യസ് 3:20 പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുന്ന ദൈവത്തിന് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ വളരെ കൂടുതലാണ്. ദൈവം എപ്പോഴും അങ്ങനെ തരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും നടക്കേണ്ടത്. പക്ഷേ അത് അങ്ങനെയല്ല. അത് പോയിട്ട് വളരെ കൂടുതൽ പോയിട്ട് അത്യാവശ്യമുള്ള കാര്യം പോലും നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളുടെ അളവുകോല് മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെയാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. കാരണം നമുക്കൊത്തിരി കടങ്ങളുണ്ട്, ഇനിയും കടങ്ങൾ കിടക്കുകയാണ്. ഈ കടങ്ങൾ വീട്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കരുണ, ഈ ജൂബിലി വർഷത്തിൻ്റെ കരുണ, എല്ലാം ഇളച്ചു കൊടുക്കുന്ന കരുണ, എല്ലാത്തിലും നമ്മളെ വീണ്ടെടുക്കുന്ന കരുണ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന കരുണ, അതിലൊത്തിരി സന്തോഷിക്കുന്നവനാണ് ദൈവം. നമ്മളെ വിചാരം അനുസരിച്ച് ദൈവം ഇങ്ങനെ വളരെ പിശുക്കിത്തരുന്നവനല്ല. നമ്മളൊക്കെ എല്ലാ സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കണമെന്നും നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കൃപകളും അനേകർക്കിങ്ങനെ അനേകരിലേക്ക് ഒഴുകണമെന്ന രീതിയിൽ അമർത്തി കുലുക്കി തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾക്കിപ്പോഴും കഷ്ടിപുഷ്ടിയാണ് കാര്യങ്ങൾ. നമ്മൾ പോകുന്നുണ്ട്, അതിൽ മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്നേഹം, വാത്സല്യം, അംഗീകാരം, പരിഗണന, അതുപോലെ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട കൃപ, കരുണ,
ഇതൊക്കെ നമുക്ക് വേണ്ട പോലെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ശരിക്കും അനുതപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അളവുകോലിലൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ശരിയാണ്, ഞാൻ ആരെയും പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ആരുടെയും ആവശ്യങ്ങൾ നോക്കാതിരുന്നൊരു കാലഘട്ടമുണ്ട്, ദൈവത്തിനുള്ള ദശാംശം പോലും കൊടുക്കാതിരുന്നൊരു കാലഘട്ടമുണ്ട്. അതിൽ നിന്നൊക്കെ ഒത്തിരി ഞാൻ മാറി. യെസ്, വെരി ഗുഡ്. സ്വർഗം പറയുന്ന നല്ല കാര്യം. ദൈവത്തിനുള്ള പള്ളി കുർബാനകൾ, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പം നമ്മൾ പറയാണ്, ഞാൻ വളരെ ബെറ്ററായി, ഞാൻ പഴയ പോലെയൊന്നുമല്ല, ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു നല്ല മിടുക്കനായിട്ട് നിൽക്കുക എന്ന് പറയും. അപ്പോഴാണ് കർത്താവ് പറയണത്, ഓക്കെ, വെരി ഗുഡ്. അപ്പം നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? മറ്റുള്ളവരിൽ നിനക്ക് ലഭിക്കേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിൻ്റെ അളവ്, അതായത് നീ പണ്ട് ഒന്നും ചെയ്യാതിരുന്നൊരു വ്യക്തിയാണ്, ഇപ്പം അതിൽ നിന്ന് ബെറ്ററായെന്ന് വെച്ചാൽ അവിടെ നിർത്തരുത്. നമ്മളിനിയും വളരേണ്ടിയിരിക്കുന്നു. നമ്മളിനിയും കുറേ കൂടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൊടുക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ക്ഷമയുടെ അളവ്, ദാനധർമ്മത്തിൻ്റെ അളവ്, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവ്, ഇതിലെല്ലാം വർധനവുണ്ടാവണം. എത്രത്തോളം വർധനവുണ്ടാവണം? അതാ ധനികനായ യുവാവിനോട് പറയുന്നുണ്ട്, നിനക്കുള്ളത് മുഴുവനും നീ കർത്താവിന് ദരിദ്രർക്ക് കൊടുക്കുക. അയ്യോ, അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ഹാർട്ട് അറ്റാക്ക് വരില്ലേ? അപ്പോൾ ആ ഹാർട്ട് അറ്റാക്ക് വരണ്ട. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ അങ്ങനെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നത്? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? അല്ലേ? സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്കുള്ളതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കെന്താ കിട്ടുക? നമുക്ക് പകരം എന്ത് കിട്ടും? ഒന്നും പറയുന്നില്ല. അപ്പോൾ ദൈവത്തിനുള്ളത് മുഴുവൻ നിൻ്റെതാവും. ഇതാണ് ആ പാരാമീറ്റർ. അപ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല, അല്ലേ? അത്രമാത്രം സൗഭാഗ്യമുള്ളവരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. ദൈവത്തിനുള്ളത് മുഴുവൻ, ഈ ലോകത്തുള്ള മുഴുവൻ ദൈവത്തിൻ്റെയാണ്. അത് മുഴുവൻ നിൻ്റെതാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ മക്കൾക്ക് നൽകണമെന്നാണ് ദൈവം ആഗ്രഹം. പക്ഷെ നമ്മൾ ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും തരാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഈസ്റ്ററിന് വരുമ്പോൾ അടുത്ത ഒരു തലത്തിലേക്ക് വളരാൻ, ദൈവത്തിനുള്ളതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരണം. നമ്മൾ 100ലേക്ക് എത്തേണ്ടവരാ. ദൈവത്തിന് മുഴുവനും തമ്പുരാൻ്റെത് ഇങ്ങനെ പിടിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒരു വെയിറ്റ് ഉണ്ടാകരുത്. ഹല്ലേലൂയ. കാരണം ഒറ്റ വിളിയിൽ ഐ ബിലോങ് ടു യു ആൻഡ് യു ആർ മൈ ഡാഡി ആൻഡ് ഓൾ ദ ഗ്ലോറി ബിലോങ്സ് ടു യു. നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ രാജ്യം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കരങ്ങളിൽ നിന്നൊന്നും നമ്മുടേതായിട്ടൊന്നും ഉണ്ടാകരുത് എന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ നിനക്കുള്ളത് മുഴുവൻ എനിക്ക്, അങ്ങനെ പിതാവെന്നിലും ഞാൻ പിതാവിലും എന്ന് നമ്മളെ കാണിച്ചു തന്ന യേശുവിനെ പോലെ നമ്മളും ആകണമെന്ന് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറവുകൾ, ലഭിക്കേണ്ട കാര്യങ്ങൾ, വീഴ്ചകൾ, കുറവുകളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ നീതിയുടെ മാനദണ്ഡം നമ്മുടെ സഹോദരങ്ങൾക്കും ദൈവത്തിനും അർഹമായത് കൊടുക്കുന്നതിൽ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം എന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 100ൽ താഴെയുള്ളതെല്ലാം കടമാണ്.
അപ്പം നമ്മളിങ്ങനെ ഭാരപ്പെട്ട് നാളെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെട്ട് ഇനി എൻ്റെ ചവടക്കാർ നടത്തും, എന്നെ മാർഗത്തിൽ ആര് നോക്കും, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ നോക്കും നിൻ്റെ കാര്യം. കാരണം നീ എൻ്റെതാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെതായി മാറണം. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത. യെശയ്യായിൽ പറയുന്നില്ലേ, 43-ാം അധ്യായം, ഇസ്രായേലേ നിന്നെ സൃഷ്ടിക്കുകയും യാക്കോബേ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ യേശുവിനെ നോക്കി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും പറയാൻ ദൈവം ഇങ്ങനെ വ്യഗ്രത കാട്ടിയിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെതായി മാറണം പൂർണ്ണമായി. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരി ഭയങ്ങളുണ്ട്, ആകുലതകളുണ്ട്, വ്യഗ്രതകളുണ്ട്. നമുക്കിങ്ങനെ ഉത്കണ്ഠകളാണ്, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആകുലത, ഇതെല്ലാം നിറഞ്ഞ് നിൽക്കുന്നവരാണ്. കുഴപ്പമില്ല, അതൊക്കെ നമ്മളിൽ ഉണ്ടാവും. പക്ഷേ ആ അവസ്ഥയിൽ നിലനിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. കാരണം നമ്മളെല്ലാം നാളെ മരിക്കുന്നൊരു ദിവസമുണ്ട്. ആ മരണ ദിവസം സ്വർഗം നമ്മളോട് പറയും. ഹൈഡഗർ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ, ഫിലോസഫർ പറയാണ്, ദൈവം നമുക്കൊരു സാധ്യത തന്നിട്ടുണ്ട്. എന്താണ് ആ സാധ്യത? ക്രിസ്തു, അവനോളം അവനെ പോലെ ആവുക, അല്ലേ? ഈ സാധ്യത വെച്ചിട്ടാണ് ഞാനും നിങ്ങളും നമ്മുടെ മരണസമയത്ത് വിധിക്കപ്പെടുക. ഹല്ലേലൂയ. ഓരോ ഈസ്റ്ററും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, യു ആർ ഗോയിങ് ടു ഡൈ ടുമോറോ. നിനക്കൊരു ഉയർപ്പുണ്ട്, ഒരു വിധിയുണ്ട്. അപ്പോൾ ദൈവം ലോകത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നൊരു സാധ്യതയാണ് ക്രിസ്തു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവനോളം വളരാം, അവനെ പോലെയാകാം, അവൻ്റെ ജീവിതം പോലെ ആയിത്തീരണം. ഇതാണ് നമ്മളുടെ വിളി. അല്ലാതെ നമ്മൾ അപ്പുറത്തെ ചാക്കോച്ചനേക്കാളും ഇപ്പുറത്തെ മേരിയേക്കാളും ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരല്ല. അതിന് മാനദണ്ഡം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയാം, അയ്യോ ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരേക്കാളും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരേക്കാളും നന്നായിട്ട് ജീവിച്ചു, വെരി സോറി. അങ്ങനെ ഒരു മാനദണ്ഡമില്ല. നമുക്കെല്ലാവർക്കും ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, ക്രിസ്തു. അവനാണ് നമ്മൾക്ക് മുമ്പിലുള്ള സാധ്യത, സത്യത്തിൻ്റെ പൂർണ്ണത. ഒരു മനുഷ്യൻ എങ്ങനെ സത്യമായിരിക്കണമെന്ന് ക്രിസ്തുവിലാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അവനോളം വളരണം, അവനെപ്പോലെ ആയിത്തീരണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊത്തിരി കടങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇപ്പുറത്തിരിക്കുന്ന ആളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കുഴപ്പമില്ലാത്തവരാണ്. അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് ആ അബദ്ധത്തിൽ വീഴരുത്. അപ്പോൾ എപ്പോഴും നമ്പരാനെ, നീ യാത്ര കുറേ ചെയ്യാനുണ്ട്. ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും, ദൈവമേ ഈ വചനം ഇനിയും പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല എന്ന വേദനയോടുകൂടി വേണം വായിക്കാൻ. അല്ലാതെ വചനമൊക്കെ വളരെ കൂളായിട്ട് വായിച്ച് ഇനി എന്തൊക്കെ ചെയ്യണേ, എന്തൊക്കെ കിട്ടണ്ടെന്നുള്ളതല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന വചനം, ഈ വചനങ്ങൾ അനുസരിക്കാനുള്ളതാണ്, പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന വീഴ്ചയാണ് ഈ കടമെന്ന് പറയുന്നത്. വചനം തന്നെയായ ക്രിസ്തു, അവനിതെല്ലാം അനുസരിച്ച് ജീവിച്ചവന്. അപ്പം നമ്മൾ ഈ നോമ്പിൻ്റെ അവസാന മണിക്കൂറിലെത്തുമ്പോൾ തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് നോക്കുക. എന്താണ് ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത്? ഹീ ഈസ് കമ്മിങ് ടു ജെറൂസലേം. ജെറൂസലേമിലേക്ക് വരികയാണ് നാളെ കഴിഞ്ഞ്. എന്തിനാണ് ജെറൂസലേമിലേക്ക് വരുന്നത്? എൻ്റെ പാപങ്ങൾ, കടങ്ങൾ വീട്ടാൻ. എൻ്റെ പാപങ്ങളും കടങ്ങളും വീട്ടാൻ അവൻ വരികയാണ്. സോ ദ ചർച്ച് സേസ്, leave all other distractions. Somebody is coming to save you. നിനക്ക് വേണ്ടി ഒരുവൻ വരുവാണ്. ദൈവത്തിൻ്റെ പുത്രൻ,
കാരണം നിൻ്റെ അവസ്ഥ അറിയാം. നിൻ്റെ പാപങ്ങളും ഘടങ്ങളും വീട്ടപ്പെടുവാൻ അവൻ ജെറൂസലേമിലേക്ക് വരികയാണ്. അതുകൊണ്ട് സഭ പറയാണ്, എല്ലാവരും അവനിലേക്ക് ഫോക്കസ് ചെയ്യണം. നിന്നെ മറക്കണം. നിൻ്റെ സുഖങ്ങൾ, സന്തോഷങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്സ്, ആഘോഷങ്ങൾ, നിൻ്റെ കൂട്ടുകെട്ടുകൾ എല്ലാം മാറ്റുക. ബിക്കോസ് ഹീ ഈസ് എൻറ്ററിങ് ടു ജെറൂസലേം. നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരു മനുഷ്യനില്ല എങ്കിലും നീ നിൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ആ യേശു വരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കതിനെക്കുറിച്ച് ബോധമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അവനെന്തിനാണ് വരുന്നത്? അവനെന്തിനാണ് കുരിശ് മരിക്കണില്ലേ? ഇത് നമ്മളെല്ലാ കൊല്ലവും ആഘോഷിക്കുന്ന പരിപാടിയാണ്. കുറച്ച് നോയമ്പെടുക്കുക, കുറച്ചിതൊക്കെ കാണുക, കുറച്ച് കൈപ്പീനൊക്കെ കുടിക്കുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്കിനി മാറാനൊന്നുമില്ല. നമ്മളൊക്കെ കുറേ മാറിയവരാണ്. ഇനി നമുക്ക് ഒരു കിരീടം വെച്ച് തന്നാൽ മതി. വിശുദ്ധിയുടെ കിരീടം കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അവബോധമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഭ നമ്മുടെ മുമ്പിൽ പറയാണ്, എല്ലാം മൂടിക്കെട്ടുകയാണ്. 2, ദൈവത്തിൻ്റെ മഹത്വം ഊരി വെച്ചിട്ടാണ് അവൻ വരുന്നത്. കഴുതപ്പുറത്ത് ഒരു രാജാവായിട്ട് വരികയാണ്. അവൻ്റെ മഹത്വമെല്ലാം മൂടി വച്ചിരിക്കുകയാണ്. അതെല്ലാം മൂടി വെച്ച് അവൻ മനുഷ്യനായി ദാസൻ്റെ രൂപമെടുക്കുകയാണ്. അവൻ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയാകാൻ വരികയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് സഭ നമുക്കൊരു അറിയിപ്പ് തരികയാണ്. നീ ശ്രദ്ധിക്കണം. നിൻ്റെ പരിഹാര ബലിയർപ്പിക്കാൻ അവൻ വരികയാണ്. നിൻ്റെ പാപങ്ങളും ഘടങ്ങളും വീട്ടാൻ വരികയാണ്. നീ എത്രത്തോളം അവനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്? നമ്മളിലെ ഫരിസേയൻ പറയാണ്, ഞാൻ 2 നേരം ഉപവസിക്കുന്നുണ്ട്, ഞാൻ ഇറച്ചി, പാല്, മീൻ, മുട്ട നോമ്പെടുക്കുന്ന ആളാണ്, ഞാൻ അത്യാവശ്യമില്ലാത്തതിന് ദശാംശം കൊടുക്കുന്ന ആളാണ്, ഞാൻ ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറയരുത്. ദൈവമേ, ഇപ്പോഴും നീ വച്ചിരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ 10-1 ഞാൻ എത്തിയിട്ടുള്ളൂ. ഇനിയും ഞാൻ എന്തോരം വരാൻ കിടക്കുന്നു. നിൻ്റേതായി തീരുവാൻ താവേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റേതുമായി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ പരിഭവവും പരാതിയും പറഞ്ഞു കിടക്കുക, എന്താണ് ഇതൊന്നും നടക്കാത്തത്? എൻ്റെ മക്കളെന്താ ഇങ്ങനെ? എൻ്റെ ഭാര്യ എന്താ ഇങ്ങനെ? എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ? എൻ്റെ അമ്മായിപ്പൻ എന്താ ഇങ്ങനെ? എൻ്റെ അയൽവക്കക്കാരനെന്താ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ബോസ് എന്താ എനിക്ക് പ്രൊമോഷൻ തരാത്തത്? എൻ്റെ പ്രശ്നങ്ങളെന്താ മാറാത്തത്? നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദ്യങ്ങൾ നിർത്തിയിട്ട് പറയുക, കർത്താവേ, എൻ്റെ കുറവുകൾ ഇളച്ചു തരണം, എൻ്റെ കടങ്ങൾ ഇളച്ചു തരണം, ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോയതിൻ്റെ കുറവുകൾ ഇളച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനം പറയുകയാണ്, അവിടുന്ന് തകർത്ത അസ്ഥികൾ ആനന്ദിക്കട്ടെ. കുറുമ്പ് പിടിച്ച ആട്ടിൻകുട്ടി ഇടയൻ പറയുന്നത് കേൾക്കാതെ നടക്കുമ്പോൾ അവൻ വല്ലോ ചെന്നായ്ക്കളുടെ മുമ്പിലോ വഴിതെറ്റി വേറെ വല്ലോ സ്ഥലത്തൊക്കെ പോകും. കാരണം അനുസരണമില്ല. ഈ അനുസരണമില്ലാത്തവനെ അനുസരണം പഠിപ്പിക്കാൻ ഇടയൻ ചെയ്യുന്നൊരു പണിയാണ് ആട്ടിൻകുട്ടിയുടെ കാലൊടിക്കും. കാലൊടിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല, ഞൊണ്ടി നടക്കും. അപ്പോൾ ആ ഇടയൻ അതിനെ തോളത്തിടും. ബാക്കി എല്ലാ ആട്ടുകുട്ടികളും ഇടയൻ പറയുന്ന പോലെ വടി വെച്ച് കാണിക്കുക, അതിന് വഴി പൊയ്ക്കോളും. ഇത് മാത്രം അതിലേക്ക് ഓടി നടക്കുന്നു. അതിനെ തോളത്തിട്ട് ഇടയൻ്റെ മനസ്സിലാക്കുവാനും ഇടയൻ്റെ ചൂരും സ്നേഹമൊക്കെ അനുഭവിച്ച് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ കാലുകൾ ബലം പ്രാപിക്കും. അങ്ങ് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇടയനാണ്
അവന് താഴേന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയനെ ഇങ്ങനെ മേളിത്തെ കൊമ്പിൽ നിന്ന് മറ്റാർക്കും കിട്ടാത്ത ചില സാധനമൊക്കെ വടി വെച്ച് ഇങ്ങനെ വളഞ്ഞ വടി വെച്ച് കൊമ്പിൽ നിന്ന് കിട്ടിക്കൊടുത്തിട്ട് അതിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ സ്പെഷ്യലി കൊണ്ടു നടക്കുന്ന ആ ആട്ടിൻകുട്ടി പറയാണ്, ദാവീദ് പറയാണ്, ദാവീദൊരു ആട്ടിടയനായതുകൊണ്ട് ദാവീദിൻ്റെ ഭാഷയൊക്കെ അങ്ങനെയാണ്. അങ്ങ് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ, എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. വലിയ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. നമുക്ക് വലിയ വേദനയൊന്നുമില്ല. നമ്മളിപ്പോഴും വളരെ സന്തോഷത്തോടെ, വലിയ അഭിമാനത്തോടെ, വലിയ അധികാരത്തോടെയൊക്കെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. എന്നാൽ രാജാവാണവൻ. ആ രാജാവ് വിലപിക്കുകയാണ് ദൈവസന്നിധിയിൽ. അഗാധമായ പാപബോധം, വലിയ അനുതാപം, ഇങ്ങനെ അവൻ ഏറ്റുപറയുകയാണ് ദൈവസന്നിധിയിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയണത്. ഇത് വല്ലതും നമുക്കുണ്ടോ? നമ്മളിങ്ങനെ 51-ാം സങ്കീർത്തനം ചെല്ലാൻ വേണ്ടി ചൊല്ലി അങ്ങ് തീർക്കുന്ന മാത്രമേ ഉള്ളൂ. ചൊല്ലിക്കഴിയുമ്പോൾ ഒരാശ്വാസം, ഞാൻ 51-ാം സങ്കീർത്തനം ചൊല്ലി. അല്ലാതെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഏതെങ്കിലും കാര്യം എൻ്റെ കാര്യമാണോ എന്ന് നമ്മളിതുവരെ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം തിരുസന്നിധിയിൽ. അവൻ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുകയാണ്, എൻ്റെ പാപങ്ങളും കടങ്ങളും ഇളയ്ക്കുവാൻ വേണ്ടി. പക്ഷേ ഇന്ന് യേശുവിന് വലിയ ഒരു ട്രാജഡിയാണ്. യേശു ഓരോ പ്രാവശ്യം ജെറൂസലേമിലേക്ക്, ഓരോ ഈസ്റ്ററിന് ജെറൂസലേമിലേക്ക് കയറുമ്പോൾ യേശുവിനോട് ആൾക്കാർ ചോദിക്കുക, നീ എന്തിനങ്ങോട്ട് വന്ന്? നിൻ്റെ പാപങ്ങൾ, അതിന് എനിക്ക് വലിയ പാപവും കടവുമൊന്നുമില്ല. ഇന്ന് യേശുവിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ആർക്കും പാപമില്ല, ആർക്കും കടങ്ങളില്ല. അതുകൊണ്ട് ഇളിഭ്യനായി കഴുതപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇങ്ങനെ പറയും, ദൈവം തമ്പുരാൻ പറയാം, അല്ലയോ മനുഷ്യരെ, മനുഷ്യമക്കളെ, എൻ്റെ പുത്രനോട് ഇത്ര കരുണ കാണിക്കൂ. അല്ലയോ മനുഷ്യമക്കളെ, എൻ്റെ പുത്രനോട് ഇത്ര കരുണ കാണിക്കൂ. എന്തിനാണ് കരുണ? നിങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഇളച്ചു വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ പാടുപീഡകൾ സഹിച്ചത്. പക്ഷെ നിങ്ങൾക്കാർക്കും അവൻ തരുന്ന പാപങ്ങളും കടങ്ങളും ഇളയ്ക്കാൻ ആർക്കും കുറവൊന്നുമില്ല. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതുകൊണ്ട് യേശുവിൻ്റെ ബലി എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ദൈവം പറയാണ്, ആ പരിഹാര ബലി ഇന്ന് ആർക്കും ആവശ്യമില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ഈസ്റ്ററിന് ഞാൻ ഒരുക്കുന്ന അവസാന ഒരുക്കത്തിലെത്തുമ്പോൾ നിൻ്റെ കരുണ എനിക്ക് ആവശ്യമുണ്ടോ? എൻ്റെ പാപ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അസ്ഥികളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാ, അതിങ്ങനെ മേളിൽ നിന്ന് ചാടിയപ്പോൾ ഒടിഞ്ഞതാണ്, അത് ഇന്ന കാരണം കൊണ്ടൊടിഞ്ഞതാണ്, അത് ആ പ്രശ്നം കൊണ്ടൊടിഞ്ഞതാണ്. അല്ല, ദൈവം ഒടിച്ചതാണ്. നിൻ്റെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളുള്ള പ്രശ്നങ്ങൾ, ദൈവമാണതങ്ങനെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ സാമ്പത്തിക മേഖല ഞെരുക്കങ്ങൾ ദൈവമാണ് അവിടെ ഒടിച്ചു വച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ദൈവം കുറച്ച് വച്ചിരിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അത് ദൈവം ഒടിച്ചു വച്ചിരിക്കുന്ന ഒടിപ്പാണ്.
എന്തിനാണ്? ഈ മേഖലകളിലെല്ലാം നീ അനുതപിക്കേണ്ടതുണ്ട്. അതിനാണ് ദൈവം ചില മേഖലകൾ നമുക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. നിൻ്റെ അഹങ്കാരം, നിൻ്റെ സ്വാർത്ഥത, നിനക്കിപ്പോഴും മറ്റുള്ളവരുടെ മേലെ വിധിക്കുന്ന സ്വഭാവം, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, കുറവുകളിങ്ങനെ വിളിച്ചു പറയുന്ന സ്വഭാവം. നമ്മൾ പറയാം, ഇതൊക്കെ എല്ലാവരും പറയുന്നല്ലേ. എല്ലാവരും പറയാറില്ല. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇതുവരെ പറയാറില്ല. നമുക്കൊരു മാനദണ്ഡമുള്ളൂ. എല്ലാവരും പറയാറുണ്ടോ? എൻ്റെ അപ്പൻ ഇതിനേക്കാൾ, നമ്മളിപ്പോൾ നമ്മൾ പിള്ളേരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ പറയാം, എൻ്റെ അപ്പൻ ഇതിനേക്കാൾ കൂടുതൽ എന്നെ തല്ലാറുണ്ട്, എൻ്റെ അപ്പൻ ഇതിനേക്കാൾ കൂടുതൽ എന്നെ വഴക്ക് പറയാറുണ്ട്. പിള്ളേർ ഒരു ബൈക്ക് വേണം, കാറ് മേടിക്കാൻ, നമ്മൾ പറയാം, എൻ്റെ കാലത്ത് ഞാൻ കാളവണ്ടിയിലാണ് പോയിരുന്നത്. നമ്മളിപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യപ്പെടുത്തി നമ്മളിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു മാനദണ്ഡമുള്ളൂ. ആ ധൂർത്തനായ പുത്രൻ ചോദിക്കുകയാണ്, എനിക്കെൻ്റെ ഓഹരി വേണം. പാപ്പൻ പറയാ, എടാ ഓഹരി പോയിട്ട് 2 വള്ളിച്ചേരി പോലും എൻ്റെ അപ്പം തന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. ടേക്ക് ഇറ്റ്. ഇതുള്ളൂ മാനദണ്ഡം. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾ നോക്കിയിട്ട് ഇപ്പോഴും ഞാൻ ഈ കുറ്റവും പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, വഴക്കും പറഞ്ഞ്, അല്ലും പിടിച്ച് വിധിച്ച് ഒക്കെ നിൽക്കുന്നതിൻ്റെ അഹങ്കാരമാണ്. 38 വർഷം തളർവാദം പിടിപെട്ട് കിടക്കുകയാണ്. അവൻ പാപിയാണ്. ഇതാ മുമ്പിൽ നിൽക്കുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ കൃത്യമായി കണ്ടുപിടിച്ചതാണ്. പക്ഷേ കുറ്റപ്പെടുത്തുന്നില്ല. സ്ത്രീയെ പൊയ്ക്കൊള്ളുക, ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ. ഇതാണ് നമ്മുടെ മാനദണ്ഡം. കണ്ണുകളൊന്ന് അടയ്ക്കാം. പരിശുദ്ധാത്മാവ് കുറേ പാപങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. എന്തിനാണെന്നറിയോ? പ്രാശ്ചിത്തം ചെയ്യണം, പ്രാശ്ചിത്തം ചെയ്യണം. അവസാന മണിക്കൂറാണ്, അവസാനത്തെ ആഴ്ചയാണ്. ഇത് പ്രാശ്ചിത്തത്തിൻ്റെ ആഴ്ചയാണ്. പരിഹാരമർപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു നോയമ്പെടുത്ത് മധുരം കഴിക്കണ്ടെന്ന് വെച്ചു. ദൈവത്തിന് കൊടുത്തൊരു വാക്കാണ്. പക്ഷെ അത് കഴിച്ചു. മധുരമല്ലേ, പാപമൊന്നും അല്ലല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിഹാരം ചെയ്യണം. എന്താണാവോ പരിഹാരം? പേഴ്സണൽ പ്രെയർ ചെല്ലുന്നത് ഇരുന്നിട്ടാണ്. അത് ഈ നോയമ്പ് കഴിയുന്നത് വരെയെങ്കിലും മുട്ടയിൽ നിന്ന് ചെല്ലണം. മധുരം കഴിച്ചതിനോ? ഇതുപോലെയാണ് വിശുദ്ധ ആത്മാക്കൾ അവരെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കി പാപങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം നമ്മൾ ഓർത്താൽ മതി. ആരുടെയൊക്കെ കാല് പിടിക്കണം, ആരോടൊക്കെ ക്ഷമ ചോദിക്കണം. ചിലരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. ചിലർ നമ്മളെ കളിയാക്കും. ചിലരുടെ മുമ്പിൽ നമ്മൾ തരം താഴ്ത്തപ്പെടും. വേണം. ധൂർത്തനായ പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും അവൻ തയ്യാറായി. അപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ജ്യേഷ്ഠൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, വേലക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ പറയാണ്, തെറ്റിപ്പോയി. എല്ലാവരോടുമാണ് പറയണത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കെതിരായി ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, ക്ഷമിക്കണം. നിന്ദിക്കപ്പെടാൻ പരിഹസിക്കപ്പെടാൻ തയ്യാറാകണം. നമുക്കങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ പാപമല്ല അച്ഛന്മാരെ ചവിട്ടി പോയിട്ടാണ് പറയണത്. അച്ഛന്മാരെ ചവിട്ടി പറഞ്ഞിട്ട് പാപമോചനം കിട്ടില്ല. You have to go to the person against whom you have committed sin. ആ വ്യക്തി ക്ഷമ പറയണം. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ക്ഷമ പറയണം. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ക്ഷമ തരണം. നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ക്ഷമ തരണം. അപ്പോഴേ നിങ്ങൾക്ക് ദൈവം ക്ഷമിക്കുള്ളൂ. അതെ, എളിമപ്പെടണം, അവഹേളിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം, പരിഹസിക്കപ്പെടണം. അതിനാണ്
അവൻ ഇത്രയും പരിഹാസങ്ങൾ. നമുക്കതിനൊന്നും താല്പര്യമില്ല. ചെയ്തൊക്കെ ചെയ്തു, അതൊക്കെ അങ്ങനെയാണ്. അത് നോക്കിയിരുന്നാലും ശരിയാവത്തൊന്നുമില്ല. വേണ പിടിച്ചോ, അങ്ങനെയല്ല. ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് നിൻ്റെ സഹോദരനോട് കാണിക്കുന്ന സ്നേഹമാണ്. ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത് നിൻ്റെ സഹജീവിയോട് കാണിക്കുന്ന സ്നേഹമാണ്. അവരുടെ കുറവുകളുടെ നേരെ ഔദാര്യപൂർവമായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയാം, എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു, എൻ്റെ അപ്പൻ ഇതിനൊക്കെ എന്നെ തല്ലുമായിരുന്നു, വെടിവെച്ച് കൊല്ലുമായിരുന്നു, എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്, നിന്നെ ഞാൻ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് ഞാൻ പറയാണ്, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയോട് ചെയ്തെന്താ നിനക്കറിയാം? അതിൻ്റെ 100-1 ഞാൻ നിനക്ക് വേണ്ടി നിന്നോട് ചെയ്തിട്ടില്ലെന്ന്. വെരി സോറി. അപ്പനും അപ്പാപ്പന്മാരും കാർന്നവന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടില്ല. വി ഹാവ് ഓൺലി വൺ കമ്പാരിസൺ, ജീസസ്. അവനാണത്. അതാണ് നമുക്കുള്ള മാനദണ്ഡം. അതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒറ്റിക്കൊടുത്തവനോടും തന്നെ ചതിച്ച് 30 വെള്ളി കാശ് മേടിച്ചവൻ്റെയും കാല് കഴുകിയവനാണ് നിൻ്റെ മാനദണ്ഡം. വേറൊരു മാനദണ്ഡം വെച്ചാലും നിനക്ക് ഈസ്റ്റർ ഇല്ല, നിൻ്റെ ജീവിതത്തിൽ ഉത്ഥാനമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന 5 ദിവസം, ഒരാഴ്ച ശരിക്കും പ്രാർത്ഥിക്കണം ദൈവത്തോട്. ആരുടെയൊക്കെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കണം, ആർക്കൊക്കെ എതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ആരെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഒരിടത്തെല്ലാം ചെന്ന് പറയണം, ഞാൻ നിങ്ങൾക്കെതിരായി ഇന്ന പോലെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. നിങ്ങളെക്കുറിച്ച് ഇന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്തായിരുന്നു, എന്നോട് ക്ഷമിക്കണം. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുന്നുണ്ടാവും, നീയാ? യെസ്, ഞാൻ അങ്ങനെ ചെയ്ത വ്യക്തിയാണ്, പ്ലീസ് ഫർഗീവ് മീ. ഇങ്ങനെ നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉത്ഥാനമുള്ളൂ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റ. യേശു നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പക്ഷെ ആ ഉത്ഥാനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. പക്ഷെ എങ്ങനെയാണ് സ്നേഹം കിട്ടിയെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കണം. അവിടുന്ന് കുരിശിനെ തൻ്റെ ഉത്ഥാനത്തിനുള്ള മാർഗമായി സ്വീകരിച്ചു. നിന്ദനങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അവൻ എന്തിനാ സ്വീകരിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും അവഹേളിക്കപ്പെടാനും നമ്മൾ തയ്യാറാവണം. അല്ലാതെ ഉയർപ്പില്ല, അല്ലാതെ there is no jubilee. നിന്റെ സകല കടങ്ങളും, നിന്റെ സകല രോഗങ്ങളും, നിന്റെ സകല നഷ്ടങ്ങളും ഈസ്റ്ററിന് 2024 ഈസ്റ്റർ ഓൺവേർഡ്സ് there will be an abundance of blessing in your life. അതാണ് യേശു ക്രിസ്തുവിൽ ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ഈസ്റ്ററിന് ലഭിക്കുന്നത്. പക്ഷെ അത് കിട്ടണമെങ്കിൽ കുരിശെടുക്കാൻ തയ്യാറാവണം. കുരിശിലെ അവഹേളനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, കാർക്കിച്ച് ചിലർ തുപ്പും. ചില സത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തുപ്പും. ഭാര്യയോട് പറയണം, ഇന്ന പ്രവർത്തികൾ നീ അറിയാതെ ചെയ്തിട്ടുണ്ട്. അവൾ ചിലപ്പോൾ ഞെട്ടും, ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യും. സാരമില്ല. ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അവർക്ക് ഞെട്ടലുണ്ടാകും. ചിലപ്പോൾ 10 ദിവസം മിണ്ടാണ്ടിരിക്കും. സാരമില്ല, ബട്ട് ഐ എം റെഡി ടു ഹംബിൾ മൈ സെൽഫ്. കാരണം എന്നെ വീണ്ടെടുക്കാൻ വന്നവൻ അത്രത്തോളം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അത്രത്തോളം താന്നെങ്കിൽ അതിൻ്റെ 10-1 താഴാതെ എങ്ങനെയാ ക്രിസ്ത്യാനി നിനക്ക് ഉയർപ്പുണ്ടാവുക? ഇത്രയും വർഷമായിട്ട് ഈ ഈസ്റ്ററിൻ്റെ ഉത്ഥാനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല? നമുക്ക് താഴാനും എളിമപ്പെടാനും കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പറയുമ്പോൾ ഒരു ജാള്യതയുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകൾ, മറ്റുള്ളവർ അറിയാതെ ചെയ്ത തെറ്റുകൾ അവരോട് ചെന്ന് പറയുമ്പോൾ ഒരു ജാള്യതയുണ്ട്. അതിൻ്റെ അകത്തൊരു ഒരു എളിമപ്പെടലുണ്ട്, അതിൻ്റെ അകത്തൊരു താഴ്ത്തപ്പെടലുണ്ട്, അതിൻ്റെ അകത്തൊരു അവഹേളിക്കപ്പെടലുണ്ട്. അതിന് നമുക്ക് താല്പര്യമില്ല. അങ്ങനെ പറ്റില്ല. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ.
ഇതിനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി, ഇതിനാണ് നമുക്ക് എളിമ വേണം. നമുക്ക് ഈ എളിമയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഉത്ഥാനത്തിലേക്ക് പങ്കുപറ്റാത്തത്. ഇപ്പം ദൈവത്തിൻ്റെ കരുണ വെള്ളം പോലെയാണ്. ആ പിളർക്കപ്പെട്ട ചങ്കിൽ അത് ഒഴുകുകയാണ്. നിൻ്റെ സകല കുറവുകളും നികത്തുന്നതാണ് ആ കരുണ. പക്ഷെ ആ കരുണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ ജലം താഴത്തോട്ടേ ഒഴുകുകയുള്ളൂ. ദൈവത്തിൻ്റെ കരുണ താഴത്തോട്ടേ ഒഴുകുകയുള്ളൂ. എളിമയിലേക്ക് വരണം. നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. നമ്മുടെ വീഴ്ചകൾ ഏറ്റുപറയണം. അബദ്ധങ്ങൾ ഏറ്റുപറയണം. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടും. ഇത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്? ഉത്ഥാനമില്ല. ആ വഞ്ചനയിൽ പെടരുത്. നമ്മളിതെല്ലാം കുമ്പസാരത്തിൽ പറയും. കുമ്പസാരത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയേണ്ട വ്യക്തികളോട് പറയണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്ഥാനത്തിൻ്റെ മഹത്വം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആദ്യത്തെ കുമ്പസാരം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ അടുത്ത് വരികയാണ്. അമ്മയുടെ പണം മോഷ്ടിച്ചത്, സ്വർണം മോഷ്ടിച്ചത്, വീട്ടിലെ പാത്രങ്ങൾ, ചെമ്പ് സാധനങ്ങൾ കൊണ്ട് വിറ്റത്, കള്ളൊപ്പിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തത്, ഷെയർ മാർക്കറ്റിലെ ഷെയറുകൾ വിറ്റത്, ഇതൊക്കെ വീട്ടിൽ നിന്ന് കാണാണ്ട് പോയതാണ്. മുട്ടുകുത്തി നേറ്റ് പറയുകയാണ്. എൻ്റെ അമ്മ കരയാണ്, ചങ്ക് തകർന്ന് കരയാണ്. നീ ഇതെല്ലാം ചെയ്താ? യെസ്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. എൻ്റെ അനിയൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് വിറ്റത്. ഇപ്പോഴും അറിഞ്ഞുകൂടാ പകുതി കഷ്ണം അവിടെ പോയി. ഞാനാണിതെല്ലാം എടുത്തത്. അങ്ങനെ നിന്ദിതനും പരിഹാസ്യനും അവഹേളിതനും ആക്കപ്പെടുകയാണ്. ആ കുമ്പസാരത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും താഴ്ത്തപ്പെട്ടിട്ടില്ല. ആ ഗ്രാഫ് ഒരു പൊങ്ങലങ്ങോട്ട് പൊങ്ങിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ വരെ എത്തി. ഒരൊറ്റ കൺഫെഷൻ്റെ ഗുണമാണ്. ഇതുപോലെ ഏറ്റുപറയണം. അപ്പോഴാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക. നിനക്ക് ഈസ്റ്റർ ഉണ്ടാവുക. ധൂർത്തപുത്രൻ്റെ കഥ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അവനെ വാരിക്കോരി അനുഗ്രഹിച്ചത് കണ്ടു അല്ലേ? എന്നെയൊക്കെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് പെറ്റ തള്ള പോലും അസൂയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പോലും അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. കാരണം അതുപോലെ കൺഫെസ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാർ, നാട്ടുകാർ ദൈവത്തിൻ്റെ കരുണ കണ്ട് നമ്മൾ അസൂയപ്പെടും. നാട്ടുകാർ അസൂയപ്പെടും. ഇന്ന് നിന്നെ നോക്കിയിട്ട് നാട്ടുകാർ അയ്യോ കഷ്ടം എന്നാണ് പറയണത്. പാവം അല്ലേ? എത്ര നാളെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ പോകുന്നു. അതിൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അറിയാം അല്ലേ? അങ്ങനെയല്ല. നിൻ്റെ ജീവിതം കണ്ട ആൾക്കാർ അസൂയപ്പെടും, കുശുമ്പ് വരും നിന്നെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എളിമപ്പെടാൻ തയ്യാറാവണം. നിങ്ങളുടെ മേലധികാരികളോട്, ഗുരുക്കന്മാരോട്, മാതാപിതാക്കളോട്, സഹജീവികളോട് ഇവിടെയൊക്കെ വന്ന കുറവുകൾ ഏറ്റുപറയണം. കണ്ണുകളൊന്നടയ്ക്കാം. അതിനുള്ളൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും കർത്താവേ, ഈ ബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുമായിട്ട് ഇനിയൊരു വർഷം കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ഒരു സാക്ഷ്യമാകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച തകർച്ചകളെല്ലാം ഇന്ന് സാക്ഷ്യമാണ്. അതിൻ്റെ കാരണം ആ കരുണ, ഉത്ഥാനത്തിന് ശക്തി നമ്മളിൽ വരികയാണ്. ആ ശക്തി വരണമെന്നുണ്ടെങ്കിൽ എളിമപ്പെടാനും അവഹേളിക്കപ്പെടാനും തയ്യാറാണ്. ഞാൻ ഡിഗ്രി പാസ്സാകുന്നത് ഇങ്ങനെയാണ്. ഞാൻ തോറ്റുള്ള കാര്യം ലോകത്താർ, എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിൽ ഞാനിങ്ങനെ ഭയങ്കര കേമനായിട്ട് കിടക്കണം എന്ന് ആ ധ്യാനം കൂടി കഴിഞ്ഞ് ആദ്യമായിട്ട് നേരെ സാറിൻ്റെ പ്രൊഫസർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് പോയിട്ട് പറയാണ്, സാറേ ഒരു കാര്യം പറയാനുണ്ട്. 12 വിഷയത്തിൽ 11 തോറ്റ് കിടക്കുകയാണ്. നീയാ? പുള്ളി വണ്ടറടിക്കുകയാണ്. അതെ, ഒന്നുകൂടി എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, സഹായിക്കണം. പിന്നെന്താ, നീ വാ, അടുത്ത ആഴ്ച തൊട്ട് ട്യൂഷൻ തുടങ്ങുകയാണ്. അങ്ങനെ 3 മാസം മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു.
എൻ്റെ പഠിത്തം കൊണ്ടല്ല ഞാൻ പാസ്സായത്, ഇങ്ങനെ എളിമപ്പെടാൻ തയ്യാറായി. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ അവസ്ഥകൾ ഏറ്റുപറയാൻ തയ്യാറായി. ആ പരീക്ഷയിൽ തമ്പുരാൻ 11 വിഷയം ക്ലിയർ ചെയ്യാണ്. ഹല്ലേലൂയ. ഇതാണ് ഉത്ഥാനം, ഉയർപ്പെന്ന് പറയണതാണ്. നീ എത്ര എല്ലാം അടിമത്തത്തിൽ കിടന്നെല്ലാം ദൈവം നിന്നെ ഉയർത്തും, സമസ്തമായിട്ട് ഉയർത്തും. പക്ഷെ ഇതുപോലെ കൃത്യവും വ്യക്തമായി പറയണം, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. ദാവീദിൻ്റെ പ്രാർത്ഥന, രാജാവ് ഏറ്റുപറയാണ്, ജനസമൂഹത്തിന് മുമ്പിൽ ഏറ്റുപറയാണ്, അവൻ പാപിയാണ് ഞാൻ, കരുണയുണ്ടാകണം. സ്വരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇനിയുള്ളൊരാഴ്ച മുഴുവൻ കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. അത്രമാത്രം കടമുണ്ട് നമ്മുടെ ഉള്ളിൽ. ചെയ്തു പോയ തെറ്റുകളുടെ കുഴപ്പങ്ങൾ കുറേ, ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതിൻ്റെ വീഴ്ചകൾ കുറേ, ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. കാരണം നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നീ ക്രിസ്തുവിൽ എത്രത്തോളം വളർന്നു എന്നുള്ളതാണ് ദൈവം ചോദിക്കുക. അപ്പം നമ്മൾ പറയാം, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും 4 ജപമാല ചെല്ലുന്നുണ്ട്, ഞാൻ വെള്ളമടിയൊന്നുമില്ല, ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയാണ്, അപ്പോൾ വലിയ കുഴപ്പം, എല്ലാ ദിവസവും മാസത്തിൽ ആഴ്ചയിൽ 3-4 ദിവസം ആരാധനയ്ക്ക് പോയിരിക്കാറുണ്ട്. അതൊന്നുമല്ല നമ്മുടെ മരണ ദിവസം ചോദിക്കുക, നീ എത്രത്തോളം ക്രിസ്തുവിൽ വളർന്നു. അയ്യോ, അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് കർത്താവേ. ഞാനിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവും, ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കും, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യാറില്ല. അതല്ല നിന്നെക്കുറിച്ചുള്ള കുഴപ്പം. യു വിൽ ബി ജഡ്ജ്ഡ് ബൈ യുവർ ഡിവിനിറ്റി. എത്രത്തോളം നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന മാനദണ്ഡം അതാണ്. അവനോളം എത്രത്തോളം വളർന്നു, അവനിൽ എത്രത്തോളം ആയിത്തീർന്നുള്ളതാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങനെ ചോദിക്കരുതേ. അവിടെ എനിക്ക് വളർച്ചയില്ല നമ്മൾ ഏറ്റുപറയേണ്ടി വരും. ആ ദിവസം വരെ കാത്തിരിക്കരുത്. ഇന്ന് സ്വർഗം നിനക്കൊരു അവസരം തരികയാണ്. ഇന്ന് ദൈവത്തോട് പറയും, കർത്താവേ വളർന്നിട്ടില്ല, അതൊന്നും എൻ്റെ മാനദണ്ഡമായിരുന്നില്ല. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാനദണ്ഡം ക്രിസ്തു ഒന്നും ആയിരുന്നില്ല. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ലോർഡ് ഹാവ് മെർസി. വളരണം, വളരാതെ പറ്റില്ല. അതിനു വരുമ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് തന്ന അവസരങ്ങൾ, വചനങ്ങൾ, സാധ്യതകൾ എന്തെല്ലാം ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഉഴപ്പാണ്. നമുക്കിങ്ങനെ വചനം കേൾക്കാനും പഠിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. നമ്മളിപ്പോഴും ഇതിലൊക്കെ ഒത്തിരി വീഴ്ചകളുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞത്, നീ എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെടുത്തിയില്ല. നമ്മളൊക്കെ ഒത്തിരി കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാ. സ്വർഗത്തോളം വളരേണ്ടവളാണ് നമ്മൾ, യേശുവിനോളം വളരേണ്ട. നമ്മൾ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുക, ബെത്സേദ കൊളക്കടവിലെ പോലെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇഴഞ്ഞഴിഞ്ഞ് നടക്കുക. ആ പ്രശ്നം ഈ പ്രശ്നം. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവൻ കരുണയ്ക്ക് വേണ്ടി യാചിച്ചപ്പോൾ ദൈവം കൊടുക്കുകയാണ്. അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്. നമ്മൾ നടക്കണം. ഈ ഞൊണ്ടലും ഈ തളർവാദവും ഈ കുഷ്ഠവും അന്ധതയൊക്കെ പോട്ടെ. ക്രിസ്തു നമ്മൾ രൂപപ്പെടട്ടെ. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരം ഉയർത്തി ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. യേശുവേ, കരുണയുണ്ടാകണം. ഈ ഈസ്റ്റർ വെറുതെ ഒരു ഈസ്റ്റർ എന്നുള്ള ഒരു ചടങ്ങായി മാറാനുള്ളതല്ല. എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദിവസമാണത്. എൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് ഞാൻ അടിമപ്പെട്ടിരിക്കുന്ന സമസ്ത മേഖലകളിൽ നിന്നുള്ള എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉയർപ്പിൻ്റെ ഉത്സവമാണത്. Lord, I want it, Lord. എന്നെ ഉയർത്തണം. ഇന്ന് സഹോദരങ്ങളുടെ മനുഷ്യരുടെ ഞാൻ അനുഭവിക്കുന്ന അപമാനങ്ങൾ, നിന്ദനങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, രോഗപീഠകൾ, ഇതെല്ലാം ഏറ്റെടുത്തവൻ എൻ്റെ മുമ്പിലുണ്ട്. അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടണം. അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടണം. യേശുവേ, യേശുവേ, കരുണയുണ്ടാകണം. എനിക്ക് ആവശ്യമാണ്. നിന്റെ കരുണ ആവശ്യമാണ്. ഞാൻ തിരിച്ചറിയുന്നു. എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ചോദിക്കുന്നവർക്കെല്ലാം ലഭിക്കും. കരുണയ്ക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. നമ്മൾ വേറെ എന്തൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, കരുണയുണ്ടാകണം. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, ബലഹീനനാണ് ഞാൻ. നീ ഒടിച്ച അസ്ഥികൾ കർത്താവേ ബലം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. എനിക്ക് മുടന്തുണ്ട്. എൻ്റെ സാമ്പത്തിക മേഖലയിൽ മുടന്തുണ്ട്, ആരോഗ്യ മേഖലയിൽ മുടന്തുണ്ട്.
എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ മുടന്തുണ്ട്, എൻ്റെ മക്കളുടെ ബന്ധത്തിൽ മുടന്തുണ്ട്, ആത്മീയ ജീവിതത്തിൽ മുടന്തുണ്ട്, ബുദ്ധിയുടെ മേഖലയിൽ മുടന്തുണ്ട്. നീ ഒടിച്ചതാണ്. അതുകൊണ്ട് കർത്താവേ, അത് സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. നിന്റെ തിരുക്കുമാരന്റെ ശരീരത്തിലേറ്റ മുറിവുകളാൽ എന്റെ അസ്ഥികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. യേശുവേ, നിന്റെ ചൈതന്യം, നിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഒഴുക്കണമേ, ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തവൻ, എനിക്ക് വേണ്ടി എൻ്റെ ദുഃഖങ്ങളും ദുരിതലും ഏറ്റെടുത്തവൻ, അവനെ ഞാൻ ആരാധിക്കുകയാണ്, അവനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നാളെ മായ്ക്കപ്പെടും, ഉറപ്പാണ്. ആ വലിയ പ്രത്യാശയിലാണ് നമ്മൾ നിൽക്കുക. അല്ലാതെ ഞാൻ കുറ്റം ചെയ്തു പോയി, എനിക്ക് കുറേ വീഴ്ചയുണ്ടെന്ന് പറയല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരേക്കാളും പാപികളാണ് ഞാൻ, പാപിയായിരുന്നു ഞാൻ. ഏറ്റുപറയാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നു, എളിമപ്പെടാൻ, അവഹേളിക്കപ്പെടാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നു. അപ്പോഴാണ് ദൈവം ഉയർത്തും, എല്ലാവരെക്കാളും ഉയർത്തും നിന്നെ. അതുപോലെ ഉയർത്തപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എളിമപ്പെടാനും താഴ്ത്തപ്പെടാനും പരിഹസിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും തയ്യാറാവുക. അതുകൊണ്ട് അവന് എൻ്റെ രക്ഷകൻ, അവനിതെല്ലാം അനുഭവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻ ഉത്ഥാനത്തിലേക്ക് പോയത്, അവൻ കുരിശിനെ ഉത്ഥാനത്തിലുള്ള മാർഗമാക്കി മാറ്റി. നമുക്കും ഒരു മാർഗമേ ഉള്ളൂ, കുരിശെടുക്കണം. കുരിശിൽ അവഹേളനമുണ്ട്, നിന്ദനമുണ്ട്, പരിഹാസമുണ്ട്, നിന്ദനമുണ്ട്. നമ്മളൊക്കെ ചെയ്ത ചില പ്രവർത്തികൾ നമ്മുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞാൽ, നമ്മൾ ചെയ്ത മക്കളോട് പറഞ്ഞാൽ, മക്കളോട് പറയേണ്ട കാര്യമില്ല, മാതാപിതാക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും. അവർ ചിലപ്പോൾ മൂക്കത്ത് കൈവെക്കും, ഓ നീ ഇങ്ങനെയായിരുന്നാ. ചിലപ്പോൾ നാളെ എന്നെ അവർ നോക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കാം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ മഹത്വത്തിൽ എനിക്ക് പങ്കുകാരാകണം. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. എൻ്റെ ദൈവം എന്ത് വിചാരിക്കുന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഒരു പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, അനുസരണക്കേട്. നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, മേളിൽ നിന്ന് വരുന്ന നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസിനോട് നമ്മൾ കാട്ടിയ അനുസരണക്കേട് വലിയ ഒരു പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളതൊന്നും കേൾക്കാറൊന്നുമില്ല. നമുക്ക് സൗകര്യമുള്ള പോലെ എന്നോട് ആരെങ്കിലും എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞാൻ ആ പറയുന്ന ആളുടെ കുറ്റം കണ്ടുപിടിച്ച് അയാളത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ മക്കൾ നോർമലി പറയുന്നതാണ്, ചില പിള്ളേരങ്ങനെയാണ്, എടാ നീ ഒരു ധ്യാനമൊക്കെ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, നീക്കൊരു ധ്യാനം കൂടണം, നന്നായി വരണം. അപ്പോൾ അവർ ചോദിക്കണം, അപ്പൻ എപ്പോഴാണ് ധ്യാനം കൂടിയത്? ഞാൻ 50-ാം വയസ്സിൽ, ഞാൻ 45-ാം വയസ്സിൽ കൂടിക്കോളാം എന്ന് പറയുന്ന മക്കളുണ്ടെന്ന്. ഇതേപോലൊരു മനോഭാവം നമ്മളിലുണ്ടെന്ന് പരിശുദ്ധാത്മ പറയാം. നമ്മുടെ മേലധികാരികൾ, നമ്മളെ നയിക്കുന്നവർ, നമ്മൾ പറയുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം, ഈ അനുസരണക്കേട് വലിയൊരു കടമായിട്ട് അനേകരുടെ ജീവിതത്തിൽ കിടക്കുകയാണ്. ഇളയ്ക്കണം. കാരണം യേശു തന്നെ താഴ്ത്തിയെന്നാണ് പറയാം. കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി മാറി. നമ്മൾ കാണിച്ച അനുസരണക്കേട്, ദൈവിക സംവിധാനങ്ങളോട് കാണിക്കുന്ന എല്ലാ അനുസരണക്കേടും അതിഗംഭീരമായ, അതിമാരകമായ പാപമാണെന്നാണ് പറയാം. അതുകൊണ്ടാണ് യേശു ഈ അനുസരണക്കേടിനൊക്കെയാണ് അവൻ അനുസരണമുള്ളതായി മാറിയത്. രണ്ടാമത്തത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. നമ്മളിപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അവൻ പരിത്യജിക്കുകയാണ്. രണ്ടടിസ്ഥാന കാര്യങ്ങളാണ് യേശുവിനെ ദൈവത്തിന് പ്രീതിപ്പെടുത്തിയത്. അത് യേശുവിൻ്റെ അനുസരണമാണ്.
നമ്മൾ ഓരോരുത്തരും ദൈവത്തെയും ദൈവിക സന്നിധാനങ്ങൾ അനുസരിക്കാതെ പോയതിന് അവൻ പ്രാശ്ചിത്തം ചെയ്യാണ്. അവൻ പരിപൂർണമായി എല്ലാവരെയും അനുസരിക്കുകയാണ്. ദൈവമായിരുന്നിട്ടും അവൻ പരിപൂർണ അനുസരണത്തിലേക്ക് വന്നു. 2, അവനെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾ, ഒരു മനുഷ്യനെന്ന രീതിയിൽ അവനുണ്ടായിരുന്ന എല്ലാ സുഖസന്തോഷങ്ങളും പരിത്യജിച്ചവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതാണ് പരിശുദ്ധ കുർബാന. ഇതാണ് കുർബാനയായി നിനക്ക് തരുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ നിനക്ക് യേശുവിനെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ 2 പുണ്യങ്ങളിൽ വളരണം. നമ്മളും ഈ അനുസരണത്തിൽ വളരണം. നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ വെറുതെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കടമായിട്ട് കിടക്കാമെന്ന് കർത്താവിന്. 2, നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾ ന്യായീകരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മളിൽ ചെയ്യാൻ പറ്റാത്തതിനൊക്കെ ന്യായീകരിക്കുന്ന സ്വഭാവമുണ്ട്. അത് പൈശാചികമാണെന്നാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ് ഈസ് ഈവിൾ. ആ സാധനത്തിനെ കളയണം. നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: കർത്താവെ, പറ്റണില്ല, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കാൻ എനിക്ക് വലിയ പറ്റുന്നില്ല, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളതിനെ ന്യായീകരിക്കരുത്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ ദിവസങ്ങളൊക്കെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. വലിയ പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ കിടക്കുന്നിടത്താണ് ദൈവകൃപ വരാത്തത്. അതുകൊണ്ട് നമ്മളൊന്നുകൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ ഈസ്റ്ററിന് കർത്താവെ മതി, എനിക്ക് ഈ ഏകാന്തത, ഈ ദുഃഖം, ഈ നിരാശ, ഈ സങ്കടം, ഈ പ്രയാസങ്ങൾ, ഈ കഷ്ടപ്പാട്, ഈ ദാരിദ്ര്യം, ഈ ഞെരുക്കം, ഈ രോഗങ്ങൾ എന്നെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ സാധനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം കിട്ടണം കർത്താവേ. അതിന് എത്രത്തോളം താഴ്ത്തണമെങ്കിൽ ഞാൻ താഴ്ത്താൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങളൊന്നിന് ഞാൻ മറച്ചു വെക്കില്ല. ഞാനത് ഏറ്റുപറയും കർത്താവേ. എൻ്റെ സ്വാർത്ഥത, അഹങ്കാരങ്ങൾ, എൻ്റെ തന്നിഷ്ടങ്ങളൊക്കെ ഞാനിതാ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ 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 യാചിക്കണം, യാചിക്കണം. ഒത്തിരി മേഖലകളിൽ നമ്മുടെ പാപങ്ങൾ കിടക്കുകയാണ്, നമ്മുടെ പാപ അവസ്ഥകൾ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഉത്ഥാനത്തിന് ശക്തി വരാത്തത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ ന്യായീകരിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ മേല് കുറ്റം ആരോപിക്കുന്ന സ്വഭാവം, അതൊക്കെ പൈശാചികമാണെന്നാണ് വചനം പറയുന്നത്. ആദത്തോട് ചോദിച്ചത്, നീ എന്തിനാണ് മോനെ ആ കൽപ്പന ലംഘിച്ചത്? അത് നീ തന്ന സ്ത്രീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അവൻ അവളുടെ മേലിടുകയാണ്. അതാണ് അവൻ ആ ശപിക്കപ്പെട്ടവനായി തീർന്നത്. അതുപോലെ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവള് പറയാണ്, ഞാനല്ല, പിശാച് എന്നെ പറ്റിച്ചതാ. ഇങ്ങനെ ന്യായീകരിക്കരുത്, ന്യായീകരിക്കരുത്. ന്യായീകരിക്കുമ്പോഴാണ് നമ്മുടെ മേൽ ശിക്ഷ വന്ന് വീഴുക. ധൂർത്തപുത്രനെ പോലെ ഇത്തിരി എളിമപ്പെടേണ്ടി വരും, ഇത്തിരി അവഹേളിക്കപ്പെടേണ്ടി വരും, മറ്റുള്ളവരുടെ ചിലപ്പോൾ പരിഹസിക്കപ്പെടേണ്ടി വരും. സാരമില്ല, ഏറ്റുപറയണം, പിതാവേ, അങ്ങേക്കെതിരായി, ജ്യേഷ്ഠന്മാരെ അങ്ങേക്കെതിരായി, സഹോദരരെ, വേലക്കാരെ, നിങ്ങൾക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി, പാപം ചെയ്തുപോയി എന്ന് പറയാനുള്ള എളിമ വേണം. അപ്പോഴാണ് സ്വർഗം നിന്നെ വാരിയെടുക്കും, നിന്നെ വാരിയെടുത്ത് ചുംബിക്കും. അവൻ നിന്നെ സ്വർഗീയ കൃപാവരങ്ങളെ നിന്നെ അലങ്കരിക്കും. നിന്റെ സമസ്ത കുറവുകൾ നികത്തപ്പെടും. ആ വലിയ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടെയാണ് നമ്മൾ ഈസ്റ്ററിനായിട്ട് ഒരുങ്ങുന്നത്. കാരണം it is jubilee, it is jubilee. അത് സംഭവിക്കാൻ പോവുകയാണ്. വർഷങ്ങളായിട്ടുള്ള കടങ്ങള്, ബാധ്യതകള്, ഞെരുക്കങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകള്, മക്കളുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനങ്ങള്, ദുശീലങ്ങള് വിട്ടുമാറ്റപ്പെടുകയാണ്. Yes Lord, I believe. ഞാൻ നിനക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങൊടിച്ച അസ്ഥികൾ ഉണരട്ടെ, ആനന്ദിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ. നീ എൻ്റെ വേദനകൾ ഏറ്റെടുത്തതിനെ ഓർത്ത്, എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തതിനെ ഓർത്ത്, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തതിനെ ഓർത്ത്, എൻ്റെ ദുരിതങ്ങൾ ഏറ്റെടുത്തതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, നന്ദി പറയുന്നു. കൈകളടിച്ചോണം വലിയ സന്തോഷത്തോടെ, വലിയ പ്രത്യാശയോടെ.
യേശുവൻ കൂടെയുണ്ട്. കരമൊന്ന് ഉയർത്തിയടി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എൻ്റെ കർത്താവിൻ്റെ കരുണ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും എന്നെ വീണ്ടെടുക്കും. വലിയ പ്രത്യാശയോടെ അവൻ്റെ കാരുണ്യത്തെ നമ്മൾ പ്രകീർത്തിക്കണം. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. നാഥനേ കരുണയുണ്ടാകണമേ, അനന്ത കാരുണ്യവാനേ. ഓ എന്നുമേൽ കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഈസ്റ്റർ കർത്താവെ വീണ്ടെടുപ്പിന്റെ ഉയർപ്പിന്റെ ആ മഹാജൂബിലി തിരുനാള് യഥാർത്ഥത്തിൽ ആഘോഷിക്കുവാൻ എന്നെ സഹായിക്കണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ വിളിക്കണം. അവനിൽ മാത്രമാണ് ആ വീണ്ടെടുപ്പുള്ളൂ. അവനിൽ മാത്രമേ ആ ഉയർപ്പുള്ളൂ. അവനിൽ മാത്രമേ ആ കരുണ ലഭിക്കുകയുള്ളൂ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളില. നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. യെശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം കർത്താവ് പറയുകയാണ്, നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിലെ പരിശുദ്ധനുമാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ചില
അവസ്ഥകൾ ദൈവം അനുവദിക്കുന്നുണ്ട്. അത് നമുക്ക് അനുദപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അനുദപിക്കേണ്ട മേഖലകളിലാണ് ദൈവം ചില സഹനങ്ങള്, വേദനകള്, ചില ഞെരുക്കങ്ങള്, ചില പീഡനങ്ങള്, ചില ദുരിതങ്ങള് ദൈവം അനുവദിച്ചിട്ടുണ്ട്. ആ മേഖലകളിലൊക്കെ നമ്മൾ അനുദപിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചതല്ല. നീ യഥാർത്ഥ അനുതാപത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉദ്ധാനത്തിന് ശക്തി കടന്നു വരും. അതുകൊണ്ട് വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രത്യാശയോടെ പറയാം, കർത്താവേ എന്നോട് കരുണയുണ്ടാകണം. നീ എന്നെ എളിമപ്പെടുത്താൻ അനുവദിക്കുന്നതാണ്. ഞാൻ കുറച്ചുകൂടി എളിമപ്പെടേണ്ടതുണ്ട്. ഞാൻ തിരിച്ചറിയുകയാണ്. മറ്റുള്ളവരെയൊക്കെ വിധിച്ചും മറ്റുള്ളവരെക്കാളൊക്കെ മെച്ചപ്പെട്ടവനാണെന്നുള്ള സ്വയം ഭാവത്തിലും നടക്കുന്ന എൻ്റെ ജീവിതത്തില് ഈ അഗ്നിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമുദ്രത്തിലൂടെയാണ് പോകുന്നത്. അത് മുക്കിയിട്ടില്ല, പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഞാൻ അനുദപിക്കേണ്ട മേഖലകളുണ്ട്. ഒരിക്കൽ കൂടി കരമുയർത്തി ഒന്ന് ഏറ്റു പറയണം, കരുണയുണ്ടാകണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, അഗ്നി എൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ അത് ദഹിപ്പിച്ചിട്ടില്ല. അതെന്നെ ഒപ്രസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലും എന്നെ പലതിനും ഞെരുക്കുന്നുണ്ട്. അത് ഞാൻ എളിമപ്പെടേണ്ടതുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി സ്വയം താഴ്ത്തേണ്ടതുണ്ട്. കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഏറ്റു പറയുന്നു, എനിക്ക് നിന്റെ കരുണ വേണം, എനിക്ക് കരുണ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നദിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, മുങ്ങി പോകുമോ, താന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയമുണ്ട്. വേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പക്ഷെ നീ അനുദപിക്കണം, നീ അനുദപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ കൃപ ഒഴുക്കണമേ. യേശുവേ, നീ തരണം. നീ തന്നാലേ ഞങ്ങൾക്ക് പാപബോധം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് പശ്ചാത്താപം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നീ കരുണ ചൊരിയണം. ഹാലെ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പാടാം. സമുദ്രത്തിലൂടെ നടന്നാലും നമ്മൾ തന്നു പോകില്ല എന്നുള്ള വചനം ഒരിക്കൽ കൂടി ഏറ്റുപറ. നേരത്തെ വീണാലും വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല. ഞാൻ ഒത്തിരി ചോദിച്ചിട്ടുള്ളവനാ. ഇനി ഞാൻ ചോദിക്കില്ല. ഞാൻ അനുദപിക്കാൻ വേണ്ടിയിട്ടാണ് നീ അനുവദിച്ചത്. യേശുവേ, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ആരും നിനക്കെതിരെ നിൽക്കില്ല. ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ ഹല്ലേലൂയ. ഒഴുകട്ടെ ദൈവ കരുണ എളിയ നിലത്തിലേക്ക്, താഴ്ന്ന നിലത്തിലേക്ക് ഒഴുകട്ടെ, ഒഴുകട്ടെ. ഹാലെ ഹാലെ ഹല്ലേലൂയ. ഹല്ലേലൂയ.
കരുണ. എന്തിനാണ് ആ കരുണ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തത നമുക്കുണ്ടാവണം. തീർച്ചയായും കരുണ നമ്മളുടെ ഈ പറഞ്ഞ രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ, തോൽവികൾ, പരാജയത്തിൽ നിന്നെല്ലാം നമ്മളെ ഉയർത്തും. അത് കരുണയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ആത്യന്തികമായി കരുണ എന്തിനാണ് നൽകുന്നത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളുടെ വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തേക്കാൾ മരണം, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആപ്തവാക്യം. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നിൻ്റെ ജീവിതത്തിലെ ബാക്കി എല്ലാ മേഖലകളിലും ആ കരുണ വന്ന് നിറയും. അത് രോഗങ്ങളായാലും സാമ്പത്തിക മേഖലയിലും പരാജയങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റും. പക്ഷെ ആത്യന്തികമായി കരുണയുടെ ലക്ഷ്യം നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഡിവൈൻ മേഴ്സി കോൺസക്രേഷൻ പ്രയർ നടത്തിക്കൊണ്ടിരിക്കുക. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോൺസക്രേഷൻ പ്രയർ. എത്ര മനോഹരമായിട്ടാണ് പറയുക. അവിടെ തളർവാദ രോഗിയോട് കാണിക്കുന്ന കരുണ, കുഷ്ഠരോഗിയോട് കാണിക്കുന്ന കരുണ, ധൂർത്തപുത്രനോട് കാണിക്കുന്ന കരുണ, സമറിയാക്കാരൻ ആ കള്ളന്മാർ ആക്രമിക്കപ്പെട്ട മനുഷ്യരോടൊക്കെ ദൈവം കരുണ കാണിക്കുക, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കാണിക്കുന്ന കരുണ, കല്ലെറിൽ രക്ഷ, ഇതെല്ലാം കാണിക്കുന്നത് പറയുമ്പോഴും ആത്യന്തികമായിട്ട് ഈ കരുണയുടെ ഉദ്ദേശം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകണം. നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി മാറണം. ഇതാണ് പരിശുദ്ധി. ആ സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കണം. ഇതാണ് കരുണയുടെ ഉദ്ദേശം. അപ്പം നമ്മൾ വിശുദ്ധരാവുക, ഇതാണ് ദൈവത്തിൽ നിന്ന് നമ്മളോട് പറയും. ഈ മേഖലയിൽ നമ്മൾ ഒത്തിരി പുറകിലാണ്. നമ്മളിപ്പോഴും അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടില്ല. നമ്മളിപ്പോഴും നമ്മുടെ വേദനയും ദുഃഖവും നഷ്ടങ്ങളും ഭാരങ്ങളും കുടുംബത്തിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലചിത്തരായിട്ട് നടക്കുകയാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും എൻ്റെ ഒരു മാനദണ്ഡം ഞാൻ ആക്കിയിട്ടില്ല. എൻ്റെ ആധ്യാത്മിക കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം യേശുവിലായിത്തീരുക എന്നുള്ളതാണ്. അപ്പം പാപത്തിൽ കിടക്കുന്ന നമ്മളെല്ലാം ഈ ബൈബിളിൽ കാണിക്കുന്ന എല്ലാ കരുണയുടെയും ആധ്യാത്മിക തലം അവരെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്നതാണ്. കൊച്ചുത്രേസ്യയുടെ ഭാഷയിൽ ദ ലിറ്റിൽ വേ എന്ന് പറയും. കൊച്ചുത്രേസ്യൊക്കെ പറയുകയാണ്. ത്രേസ്യൊക്കെ അത് ഏറ്റു പറയാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ്. കൊച്ചുത്രേസ്യ നമ്മൾ പറയുന്ന വലിയ പുണ്യവതിയാണ്. പക്ഷേ കൊച്ചുത്രേസ്യ പറയാ, എൻ്റെ ഉള്ളിലെ ആസക്തികൾ അത് ഞാൻ അഴിച്ചു വിട്ട് അതിൻ്റെ പുറകെ ഞാൻ പോകാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ മഗ്ദലന മറിയത്തേക്കാൾ വലിയൊരു വേശ്യയായി മാറിയാൻ. അങ്ങനെ തുറന്ന് പറയുകയാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ, അവരുടെ കുമ്പസാരക്കാരൻ്റെ മുമ്പിൽ, അവരുടെ സ്പിരിച്വൽ എൽഡറിൻ്റെ മുമ്പിൽ അവർ ഏറ്റുപറയുകയാണ് അവരുടെ പാപകരമായ അവസ്ഥ. അത് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയാൻ അവർക്ക് നാണമില്ല. അതുകൊണ്ടാണ് ആ കരുണ അവരെ വന്ന് എടുത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധയാക്കി മാറ്റിയത്. നമുക്കിതൊക്കെ ഇപ്പോഴും പറയാൻ വലിയ നാണമാണ്. അതുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിക്കണം. നമ്മൾ പറയാം, ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ രണ്ട് ജപമാല ചെല്ലുന്നുണ്ട്, ഞാൻ കുറച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അതൊന്നുമല്ല നമ്മളോട് ദൈവം യേശുക്രിസ്തു കുരിശിൽ മരിച്ച അതിനൊന്നുമല്ല. നീ ദൈവത്വത്തിൽ വളരുന്നുണ്ടോ? നീ ഒരു വിശുദ്ധനായി മാറണം. ഇതിനാണ് കരുണ. മനുഷ്യനാൽ അസാധ്യമായത് ദൈവം തൻ്റെ കാരുണ്യത്താൽ നമ്മളിൽ നിർവഹിക്കുകയാണ്. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല, അതൊന്നും എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമല്ല. അതാണ് വലിയ പാപം. ദൈവം തൻ്റെ കരുണ എന്തിനു വേണ്ടി നമ്മൾക്ക് ചെയ്തോ, ഞാൻ അതിനൊന്നും വേണ്ടിയല്ല. കാരണം ഞാനിപ്പോഴും വേറെ നാട്ടുകാർ നടക്കാൻ വേണ്ടിയാണ് കരുണ പാടിക്കൊണ്ട് നടക്കണം. അത് വലിയ തെറ്റാണ്. കരമൊന്ന് ഉയർത്തി പറയണം, കർത്താവേ, ഞാൻ ഇനിയും ഒരു വിശുദ്ധനാവേണ്ടവനാണ്. ഞാൻ അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് കരുണ കാണിച്ചതിൻ്റെ ഉദ്ദേശം. നമുക്കിതൊന്നും പറ്റത്തില്ല എന്ന് ദൈവക്കറിയാം, നമുക്കിതിനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഞാൻ പലപ്പോഴും ഭയങ്കര അലസനാണ്. ഞാൻ ഈ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിങ്ങനെ അലസൻ്റെ കൂടാരമാണ്.
കർത്താവെ, ആ മേഖലയിലൊക്കെ ഒത്തിരി വീഴ്ചകൾ പറ്റിപ്പോയി. അതുകൊണ്ട് എന്നോട് കരുണയുണ്ടാകണം. ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ക്രിസ്തുവിൽ വളരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു മറ്റൊരു ക്രിസ്തു ആകാനുള്ള പരിശ്രമത്തിൽ എത്തിച്ചേർന്നവർ. അപ്പം നമ്മൾ പറയാം, എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല. അതൊക്കെ എനിക്കറിയാം. 38 വർഷമായി തളർവാദം പിടിവിട്ട് കിടക്കുന്നതിന് അതാ പറയണത്, എനിക്ക് കഴിവില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് പറ്റണില്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നിൻ്റെ കഴിവ് കൊണ്ട് നീ ഒരിക്കലും ഈ വിശുദ്ധി നേടില്ല. നിനക്ക് വിശുദ്ധി നേടാനായിട്ടാണ് ഞാൻ നിന്നോട് കരുണ കാണിക്കണത്. എൻ്റെ പാടുപീഡകളും എൻ്റെ അപമാനങ്ങളും നിന്ദനങ്ങളും പീഡനങ്ങളും രക്തവും എല്ലാം ചിന്തപ്പെട്ടത് നിന്നെ വിശുദ്ധനാക്കി മാറ്റാം. ആ കരുണയാലാണ് നീ വിശുദ്ധനാക്കപ്പെടുന്നത്, അല്ലാണ്ട് നിൻ്റെ കഴിവ് കൊണ്ടല്ല. പക്ഷേ ഈ കരുണ നീ ചോദിക്കുന്നില്ല, ഈ കരുണയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ല, ഈ കരുണ വിശുദ്ധനാകാനുള്ള സ്റ്റെപ്പുകൾ നീ വെക്കുന്നില്ല. അവിടെ ഒത്തിരി വീഴ്ചയുണ്ട്. ഇപ്പോഴും നീ ഈ ലോകത്തിൻ്റെ പുറകെയാണ് നടക്കുന്നത്. അതാണ് വീഴ്ച. അതുകൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കണം. ഈ ഈസ്റ്ററിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളും നിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റണം. അതാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. പറ്റുന്നില്ല, നമുക്കും പറയാം, ആ തളർവാദ രോഗിയെ പോലെ എന്നെക്കൊണ്ട് പറ്റണില്ല, ഞാൻ വരുമ്പോൾ വേറെ ആരെങ്കിലും കുളത്തിൽ ചാടിയിട്ടുണ്ടാവും, എന്നെ സഹായിക്കാൻ ആരുമില്ല. അതൊക്കെ എനിക്കറിയാം. നിനക്ക് താഴ്മയോടെ നീ പറയണം, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്. അത് നിൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട് പറയണം. വളർത്താൻ പറ്റി അതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് പറയണം. വെറുതെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് പൊട്ടം കളിച്ച് എല്ലാവരെക്കാളും ബെറ്ററാന്ന് പറഞ്ഞ് നടക്കരുത്. എളിമപ്പെടണം. വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ ഫൗസ്തീന, ഇവരെല്ലാം അവരുടെ പാപകരമായ അവസ്ഥയെ വിളിച്ചു പറയാൻ ധൈര്യമുള്ളവളാണ്. നമ്മൾ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന ആ കൊച്ചുത്രേസ്യ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്. അവൾ പറയാണ്, എൻ്റെ വികാരങ്ങളെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ, അതിൻ്റെ പുറകെ പോകാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ മഗ്ദലന മറിയത്തേക്കാൾ ഒരു മോശമായ സ്ത്രീയായി മാറിയാനെ. അത്രമാത്രം അവർ എളിമപ്പെടാൻ തയ്യാറായി. ഈ എളിമപ്പെടുന്നിടത്താണ് കരുണ കടന്നു വരുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരോടെല്ലാം വിളിച്ചു പറയണമെന്നല്ല, പറയേണ്ട ആൾക്കാരോടൊക്കെ പറയണം. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, ഞാനിങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇപ്പോഴും എൻ്റെ മനോഭാവം ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ അങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിന് മുമ്പോട്ടൊന്നും പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ മാറ്റം വരുത്താൻ എനിക്ക് താല്പര്യമില്ല, ഞാനിങ്ങനെയൊക്കെ പോകാൻ ഈ അവസ്ഥയാണ് ഭയാനകമായ അവസ്ഥയാണ്. ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥ. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായതുപോലെ പരിപൂർണനാകണമെന്ന് ദൈവം പറയുമ്പോൾ നീ പറയാണ്, എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ലെന്ന്. അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും നീ അനക്കുന്നില്ല. നീ ഇങ്ങനെ നിൻ്റെതായിട്ടുള്ള ചില ഭക്ത അഭ്യാസങ്ങളിൽ സംതൃപ്തനായിരിക്കുകയാണ്. അത് വലിയ നാശത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന കർത്താവ് പറയാണ്. ഒരിക്കൽ കൂടി കരമുയർത്തണം. ശിരസ്സു മുതൽ ആ ശരീരം മുഴുവനും രക്തത്താൽ കുളിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നിന്റെ പാപങ്ങൾ നിന്നെ മോചിപ്പിക്കാൻ. ശരീരത്തിലെ മുഴുവൻ രക്തവും അവൻ ഒഴുക്കുകയാണ്. കാരണം അവൻ്റെ രക്തത്താൽ മാത്രമാണ് നിനക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ. അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. യെശയ്യായുടെ പുസ്തകം 53 അവിടുന്ന് പറയുന്നുണ്ട്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൽക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പാപത്തേക്കാൾ മരണം, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ആപ്തവാക്യം. നീ പറയണം. വിശുദ്ധ മരിയ ഗുരേത്തി, അവളുടെ ബോയ് ഫ്രണ്ട് അവളെ സ്പർശിക്കാൻ വരുമ്പോൾ അവൾ സമ്മതിച്ചില്ല. 14 കുത്തി. അവസാനത്തെ കുത്ത് നെഞ്ചിൽ കുത്തിയിറക്കുമ്പോഴും പറഞ്ഞു, അലക്സാണ്ടർ, നീ ചെയ്യുന്നത് പാപമാണ്, അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആ മരണസമയത്ത് അവൾ താഴെ വീണ് പിടയുമ്പോൾ
അവളുടെ വസ്ത്രങ്ങളൊക്കെ ഇത്തിരി കാലിലോട്ട് കയറി വരുന്നുണ്ട്. അത് അവൾ വലിച്ചു പിടിച്ച് മറയ്ക്കുന്നുണ്ട്. അത്ര പരിശുദ്ധമായിട്ടാണ് അവൾ ആ ശരീരത്തെ കാത്തുള്ളത്. ഇന്നത്തെ പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. എന്താണ് ഈ പരിശുദ്ധി? ഈ ശരീരത്തെ തൊടാനും ആ ശരീരം മലിനമാക്കാനും അതിൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടുപോലും അതിൻ്റെ പരിശുദ്ധി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനാണ് നിന്റെ യേശു നഗ്നനായി മാറിയത്. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ വലിയ വിശുദ്ധീകരണം സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. 2, പാപം ചെയ്യുന്നതിനേക്കാൾ മരണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. അല്ലാണ്ട് പാപം ഇങ്ങനെ കുമ്പസാരം എന്നൊരു കൂതാശയുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വളരെ ലാഘവത്തോടെ അല്ല. ഓരോ പാപത്തിനും തക്കതായ പ്രാശ്ചിത്തം ചെയ്യണം. അങ്ങനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കും. ചിലപ്പോൾ വർഷങ്ങളെടുക്കുമായിരിക്കും, സാരമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്നോട് ക്ഷമിച്ച് ദൈവം മടുക്കില്ല. God never gets tired of forgiving you. ദൈവത്തിനൊരിക്കലും ക്ഷമിക്കുന്നതിൽ ടയർഡാകുന്നില്ല. പക്ഷെ നമ്മൾ എത്ര ഇതായാലും നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളതിൽ നിന്ന് മോചനം. ചില പാപങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് പാപം ചെയ്യാൻ ഒരിക്കലും നമ്മളൊരു എക്സ്ക്യൂസ് പറയരുത്. അത് ദൈവനിഷേധമാണ്. അത് യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണ്. അത് അവൻ്റെ കുരിശുമരണത്തോട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദനമാണ്. പാപത്തെ ലാഘവത്തോടെ കാണും. അങ്ങനെ ഈ ലോകം കാണുന്നുണ്ട്. ഈ ലോകം യേശുവിൻ്റെ കാരുണ്യത്തെ തിരസ്കരിച്ച് അവഹേളിച്ച് പുച്ഛിച്ച് തള്ളുന്ന ലോകത്തിൽ നീയും അതുപോലെ ആകരുത് കുഞ്ഞേ എന്ന് സ്വർഗം നമ്മളോട് പറയുക. ആ രക്തം നിന്നെ കഴുകാൻ തയ്യാറാണ്. നീ പറയണം, യെസ് ലോർഡ്. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുക, 1-ാമത്തെ അധ്യായം 18 കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നമ്മുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കരമൊന്ന് ഉയർത്തിപ്പിടിക്കണം. കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. വെണ്മയുള്ളവനായി നമ്മൾ മാറണം. ഇന്ന് കടും ചുമപ്പാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ വളരെ നിസ്സാരമായി കാണുന്നൊരു മനോഭാവം എനിക്കുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു മനോഭാവം ഇവിടെ ഇരിക്കുന്ന കുറേ മക്കൾക്കുണ്ട്. കർത്താവ് പറയണ, പൊന്നു മോനെ, അങ്ങനെ ചിന്തിക്കരുത്. പാപത്തിൻ്റെ ഗൗരവം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം വരെ തകർത്ത് കളയാൻ പാപത്തിന് കപ്പാസിറ്റി ഉണ്ട്. നിന്നെ നശിപ്പിക്കാൻ പാപത്തിന് കപ്പാസിറ്റി. ഇന്ന് വരെ അത് സംഭവിച്ചില്ല എന്ന് വെച്ചിട്ട് നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് വ്യഭിചാരം, അശുദ്ധി, ആ മേഖലയിൽ അനേകർക്ക് വീഴ്ചയുണ്ടെന്ന് കർത്താവ് പറയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, മറ്റ് മോശമായ കാഴ്ചകൾ, ഇതൊക്കെ കണ്ടിരിക്കുന്ന കണ്ണിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അശുദ്ധി, വർത്തമാനത്തിലൂടെ, കൂട്ടുകെട്ടുകളിലൂടെ, സ്പർശനത്തിലൂടെ ഒക്കെ അനേകം മക്കൾ മലിനമാക്കപ്പെടുന്നുണ്ടെന്ന് കർത്താവ് പറയുകയാണ്. അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അതിൽ നിന്ന് തന്നെ വിമോചിപ്പിക്കാനാണ് 5420 ചാട്ടവാറടി അവൻ്റെ ശരീരത്തിലേറ്റത് നീ തിരിച്ചറിയണം. അതിനെ നിസ്സാരമായി കാണരുത്. ആ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മഞ്ഞിനെ പോലെ വെണ്മയുള്ളവനായി തീരട്ടെ ഈശോയെ. ഇനിയൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണെന്നുള്ള ആ വാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വാക്കുകൊണ്ട്, കുറ്റപ്പെടുത്തൽ കൊണ്ട്, വിധി പ്രസ്താവിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവർ പരസ്യപ്പെടുത്തൊരു സ്വഭാവം, പരദൂഷണം പറയുന്നതൊക്കെ ഇതൊക്കെ നിർത്താൻ പറയണം കർത്താവ്. നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യം പറഞ്ഞ് നടക്കരുത്. അത് സത്യമാണെങ്കിൽ പോലും പറയാൻ പാടില്ല. അത് കൊലപാതകമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ അനേകരെ കെട്ടിയിട്ടിരിക്കുകയാണ് പറയാ. ജീവിതം കെട്ടപ്പെട്ടിരിക്കുക. There is no progress in your life. Why? ഈ പരദൂഷണം,
കുറ്റം പറഞ്ഞു നടക്കുന്നത്, മറ്റുള്ളവരെ പറഞ്ഞു നടക്കുന്നത്, ഏഷണി പറയുന്നത്, ഈ കുറ്റമില്ലാത്തത് വെച്ച് പറയുന്നത്, മറ്റുള്ളവരെ കുറവുകൾ പരസ്യമാക്കി നടക്കുന്നത്, ഇതൊക്കെ പ്രാർത്ഥനയുടെ പേര് പറഞ്ഞു നടക്കുന്നതൊക്കെ വലിയ തെറ്റുകളാണ്. അത് ജീവിത പങ്കാളിയായാലും സഹപാഠികളായാലും കൂടെയുള്ളവരായാലും ഒരു മനുഷ്യന്റെ കുറവ് നീ പറയാൻ പാടില്ല. അതെന്തിനാ ദൈവം കാണിക്കുന്നത്? അത് കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടല്ല. അത് നിന്റെ മുമ്പിൽ ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നീ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. പകരം അതിങ്ങനെ പറഞ്ഞ് വൃണമാക്കി വൃത്തികേടാക്കി നടക്കുന്ന അനേകം മക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുകയെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ആ വലിയ മാരക പാപമെല്ലാം കഴുകിക്കളയണം. രക്ഷപ്പെടണമെങ്കിൽ അതേ വഴിയുള്ളൂ. ഇന്ന് പല രോഗങ്ങളുടെയൊക്കെ കാരണം അതാന്ന് കർത്താവ് പറയാണ്. And God will set you free. അനുതപിക്കുക. കർത്താവേ, കരുണയുണ്ടാകണേ പ്രാർത്ഥിക്കാം. Have mercy on me, oh God. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം പാപമോചനമാണ്. കടം മാറലല്ല, രോഗം മാറലല്ല, എൻ്റെ കുടുംബ പ്രശ്നം മാറലല്ല. കരുണയുടെ ലക്ഷ്യം എൻ്റെ പാപത്തിൽ തന്നെ വിശുദ്ധീകരിക്കണേ നാം പ്രാർത്ഥിക്കും. അതാണ് കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കി പ്രാർത്ഥിക്കണം. ഇനി ഈസ്റ്റർ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടാകാൻ പാടില്ല, ഒരു പാപത്തിൻ്റെ കടമുണ്ടാകാൻ പാടില്ല, ഒരു പാപത്തിൻ്റെ പരിണിതഫലം ഉണ്ടാകാൻ പാടില്ല. യേശുവേ, കഴുകണം. ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ്. ഞാൻ എളിമപ്പെടാൻ തയ്യാറാണ്. ഞാൻ എന്തെങ്കിലും അറിയാതെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലോർഡ് ഹാവ് മെർസി ഓൺ മീ. ഈ രാത്രി നീ ചോദിച്ചാൽ നിനക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് ആ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പാപ ജീവിതത്തെ മുമ്പിൽ സമർപ്പിക്കുക. ആ കുരിശില് ശിരസ് മുതൽ ഉറ്റി വീഴുന്ന രക്തം, നിനക്കായി ചിന്തപ്പെട്ട രക്തം, ആ രക്തത്താലാണ് നമുക്ക് പാപമോചനം. റോമ 5:9 പറയാണ്, അവൻ്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ആ രക്തത്താൽ മാത്രമേ നീതീകരണമുള്ളൂ. ചോദിച്ചു വാങ്ങണം. യോഹന്നാന്റെ ലേഖനം പറയാണ്, 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം പറയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപമില്ലാന്ന് പറയരുത്. പാപത്തിന്റെ എണ്ണം മാത്രമേ നമുക്ക് കുറവുള്ളൂ, ബാക്കി ഒരു കുറവുമില്ല. കർത്താവേ, ചിലത് ഓർക്കുന്ന പോലും ഇല്ല, ചിലത് മനസ്സിലായിട്ടില്ല. എങ്കിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് നിന്റെ വിശുദ്ധീകരണം ആവശ്യമാണ്. ആ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിരിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ രക്തം, നിനക്ക് വേണ്ടിയ ചിന്തിയ രക്തം, നമ്മളതൊന്നും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ നമ്മുടെ വേദനയും ദുഃഖവും നമ്മുടെ നഷ്ടങ്ങളും നമ്മുടെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, നമ്മുടെ പാപങ്ങൾ അത് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മഞ്ഞിനെ പോലെ വെണ്മയുള്ളവനായി മാറണം. എൻ്റെ യേശുവിനോടൊന്ന് ചേരണം. എനിക്ക് അവനിലായിത്തീരുമ്പോഴാണ് എൻ്റെ കുറവുകളെല്ലാം പരിഹസിക്കപ്പെടുക. അതിനെൻ്റെ ശരിയായ അനുതാപം വേണം. എനിക്ക് പാപമോചനം ലഭിക്കണം. ഞാൻ ഏറ്റു പറഞ്ഞാലേ എനിക്ക് പാപമോചനമുള്ളൂ. ഞാൻ പാപിയായെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഒത്തിരി പാപ അവസ്ഥകൾ ദൈവം വെളിപ്പെടുത്തരുന്നുണ്ട്. അത് ഏറ്റു പറഞ്ഞ് നമ്മൾ പാപമോചനം നേടണം. നമുക്കതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വിളിക്കും. Lord,
അകൃത്യങ്ങൾ കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പാപങ്ങളുടെ നേരെ നീ മുഖം തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഏറ്റു പറയാനുള്ളൊരു ചങ്കൂറ്റം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദാവീദ് വലിയ വായിൽ നിലവിളിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് തന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിൽ എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, എന്നെ നിർമ്മലനാക്കണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായി തീരട്ടെ കർത്താവേ. നിന്റെ മുമ്പിൽ നിൽക്കുവാൻ, നിന്റെ മകനെ പോലെ നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന്. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണം. അതെൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നെ വേട്ടയാടുകയാണ്, എൻ്റെ മുമ്പിൽ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ അകൃത്യങ്ങൾ. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Have mercy on me, O God. Have mercy on me, O God, according to your unfailing love, according to your great compassion. Blot out my transgression. Once again, have mercy on me, O God, according to your unfailing love, according to your great compassion. Lord of my transgression, have mercy on me, O God, കരുണയുണ്ടാകണം. according to your unfailing love. നിന്റെ അനന്ത സ്നേഹത്താൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ നീക്കപ്പെടും ഞാൻ അറിയും. Cleanse me from my sin. I will be whiter than snow by your mercy and blood. I will be whiter than snow. Yes, Lord. I will be whiter than snow. Yes, Lord. By the blood I am whiter than snow. നിന്റെ രക്തം എന്നെ കഴുകാൻ ശക്തിയുള്ളതാണ്. ഏത് പാപത്തിലും കഴുകി എന്നെ വെണ്മയുള്ള മഞ്ഞ് പോലെ ആക്കാൻ കഴിവുള്ള രക്തമേ എന്റെ മേൽ ചൊരിയണമേ, എന്നെ കഴുകണമേ. എളിമയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. Yes, Lord, I will be whiter. യേശുവേ, whiter than snow. ഒരിക്കൽ കൂടി കരം ഉയർത്തിപ്പിടിക്കാം. ആ കുരിശിലെ രക്തം എനിക്ക് വേണ്ടി ചിന്തിയ രക്തമാണ്. പക്ഷെ ആ രക്തത്തെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയൊന്നുമല്ല. എൻ്റെ കുറേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും നിർവഹിക്കുകയായിരുന്നു. കർത്താവേ, ഇന്നിതാ വലിയ വേദനയും ദുഃഖവും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വേറെ നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കേണ്ടിയിരുന്നത് ഈ കരുണ എൻ്റെ പാപങ്ങളിൽ നിന്നെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. ഇതാ ഇന്ന് ഞാൻ വലിയ വേദനയോടെ ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ പാപങ്ങൾ, അതിന് തക്കതായ അനുതാപമില്ലാതിരുന്ന നിമിഷങ്ങൾ, പരിഹാരം ചെയ്യാതെ പോയ നിമിഷങ്ങൾ, പാപത്തെ ഗൗരവത്തോടെ കാണാതെ പോയ നിമിഷങ്ങൾ, വെറുതെ കുമ്പസാരിക്കാൻ വേണ്ടി കുമ്പസാരം നടത്തിയ കാര്യങ്ങൾ, എല്ലാത്തിനും ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. എന്നെ ശുദ്ധീകരിക്കണം. നിന്റെ കരുണയുടെ ആത്യന്തിക ലക്ഷ്യം എൻ്റെ വിശുദ്ധിയാണ് ഞാൻ തിരിച്ചറിയുന്നു.
അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊള്ളാമെന്ന് ഞാൻ ഏറ്റുപറയുന്ന കർത്താവ്. ഞാനതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ ഏറ്റുപറയുന്ന കർത്താവ്. എൻ്റെ സുഖസന്തോഷങ്ങൾ നേടാൻ വേണ്ടി എന്തോരം കഠിനാധ്വാനം ചെയ്യുന്നവനാണ് ഞാൻ. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്തൊരു ഉഴപ്പനാണ് കർത്താവേ. ഞാൻ ആ കരുണയെ ഒട്ടും ചോദിക്കുന്നില്ല കർത്താവ്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. ഈ വരുന്ന നോമ്പിൻ്റെ അവസാന ആഴ്ച പ്രാശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെ ദിവസങ്ങളാക്കി ഞാൻ മാറ്റും. അങ്ങനെ നിൻ്റെ രക്ഷ ഞാൻ സ്വന്തമാക്കും. നമുക്കതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈശോ തൻ്റെ കുരിശിനെ തൻ്റെ ഉദ്ധാനത്തിനുള്ള മാർഗമാക്കി മാറ്റിയതുപോലെ നമ്മൾക്കും ഒരു കാര്യം ചെയ്യാൻ. 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഈ വരുന്ന വലിയ ആഴ്ചയിൽ 2 or 3 കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. അവരുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. നമ്മൾ തെറ്റ് ചെയ്തവരാണ്, പക്ഷെ അവരെ വീണ്ടെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. പറ്റുമെങ്കിൽ ഒരു 4 ചെല്ലുക. കുരിശിൻ്റെ വഴി വെച്ചാൽ പാട്ടൊന്നും പാടണ്ട. ആ സ്ഥലങ്ങളിലൂടെ പോയി നമ്മളെ വേദനിച്ച വ്യക്തികളുടെ പാപങ്ങൾക്ക്, അവരുണ്ടാക്കിയ വേദന നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവരുണ്ടാക്കിയ നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ഉദ്ധാനത്തിന് ശക്തി വരും. കുരിശ് ഏറ്റെടുക്കും. മറ്റുള്ളവർ നൽകിയ കുരിശുകൾ നമ്മൾ ഏറ്റെടുക്കണം. 2, നമ്മുടെ പാപങ്ങൾക്ക് തക്കതായ പരിഹാരങ്ങൾ, പ്രാശ്ചിത്തങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ വരുന്നൊരു വർഷം അത്ഭുതകരമായ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സ്വർഗം നിങ്ങൾക്ക് നല്ല കൃപ തരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈസ്റ്റർ എന്ന് പറയുന്നത് വെറുതെ ഒരു കഥയല്ല. ഈസ്റ്റർ യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ആ ഉയർപ്പിൻ്റെ ശക്തി അനുഭവിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഒരുക്കക്കുറവ് കൊണ്ടാണ് അത് ലഭിക്കാതെ. നമ്മുടെ അനുതാപത്തിൻ്റെ കുറവാണ്, നമ്മുടെ പ്രാശ്ചിത്തത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് അത് ചെയ്യുക. ഒപ്പം മറ്റുള്ളവരുടെ തെറ്റുകൾക്കും കൂടി പരിഹാരം ചെയ്യാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ് യേശുവിനോടൊപ്പം. അപ്പം അതും നമ്മൾ ചെയ്യണം. കുരിശെടുക്കണം. ചിലരൊക്കെ നമുക്ക് കുറേ കുരിശ് തന്നിട്ടുണ്ട്, കുറേ സഹനങ്ങൾ തന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. അത് പരിഭവവും പരാതിയും പിറുപിറുപ്പായിട്ട് കളയരുത്. അത് ഏറ്റെടുക്കുക. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കരുമ്പ് നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ അത് ഏറ്റെടുത്ത് പരിഹാരം ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ അനുഗ്രഹം കിട്ടും. ആമേൻ.